ആരാ നിങ്ങളൊക്കെ? എന്നെ എന്തിനാ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ? എന്നെ തട്ടിക്കൊണ്ട് വന്ന ആരെങ്കിലും കാശ് തരാമെന്ന് പറഞ്ഞിരുന്നോ? എങ്കിൽ അവനെ തട്ടിക്കൊണ്ട് പോകാൻ നോക്ക്. എന്നെ അങ്ങ് വിട്ടേക്ക്. ഞാൻ പോലീസിനോടൊന്നും പറയില്ല. നിന്നെ തട്ടിക്കൊണ്ട് വന്ന തന്നെ പോലീസുകാരാടാ. മേഡം, എന്തിനാ എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നേ? ഇവളോ? എടാ, ഇവളാരാണെന്ന് നിനക്ക് അറിയോ? എടാ, നീ പ്രേമിച്ച പെണ്ണ് നിന്റെ ക്യാരക്ടർ ശരിയല്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ നിന്നെ ഒഴിവാക്കണമായിരുന്നു. എന്നാ നീ എന്താ ചെയ്തേ? പ്രേമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരണമെന്ന് പറഞ്ഞ് വീഡിയോ കോൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയില്ലേ? അത് തെറ്റാണോ? തെറ്റല്ലേ? തെറ്റാ മേഡം. ഇവനെ അങ്ങ് കൊന്നുകളഞ്ഞാ എന്തെങ്കിലും പ്രശ്നം വരുമോ? മേഡം, വരില്ല മേഡം. ഇവനെ പോലീസ് പൊക്കിയതിന് ഒരു എവിഡൻസും ഇല്ല. ഇവനെ കണ്ടുപിടിക്കാനുള്ള കേസും നമ്മുടെ അടുത്തേ വരുള്ളൂ മേഡം. ഞാനും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് കേസ് നീട്ടിക്കൊണ്ടിരിക്കും. മേഡം, എന്നോട് ക്ഷമിക്കണം മേഡം. ഇനി അവളുടെ അടുത്ത് പോലും ഞാൻ പോവില്ല മേഡം. എന്നെ വിട്ടേക്ക് മേഡം, പ്ലീസ് മേഡം. പെൺപിള്ളേര് നോ എന്ന് പറഞ്ഞോ? നോ തന്നെ മേഡം. സൂചി സമ്മതിച്ചില്ലെങ്കിൽ നൂലെങ്ങനെ കേറുക? ഇനിയെങ്കിലും ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ അടുത്ത് നിന്ന് സൂക്ഷിച്ച് നടക്കാൻ നോക്ക്. ഓക്കെ മാഡം. എടാ, വീട്ടിലെങ്ങനെയാ പരിക്കുപറ്റിയെന്ന് വെച്ചാൽ നീ എന്തു പറയും? ബൈക്കിന്ന് ഞാൻ വീണതാണെന്ന് പറഞ്ഞോളാം സർ. തെറ്റ് പെൺകുട്ടികളുടേത് തന്നെയാ. ഇപ്പോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെക്കാളും തൊട്ടും തടവിയും സ്നേഹിക്കുന്നവരെയാ പെമ്പിള്ളേർ ഇഷ്ടപ്പെടുന്നത്. ആ തെറ്റ് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ പണിയായിട്ട് മാറും. നിനക്ക് സഹോദരിമാരൊക്കെ ഉണ്ടോ? പെങ്ങളുണ്ട് സാറേ. വീട്ടിൽ പോയിട്ട് desisex videos.com നോക്ക്. എന്താടാ നോക്കുന്നേ? വല്ലവന്റെ മോളെ നീ പറ്റിക്കുമ്പോ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ആരും പറ്റിക്കില്ലേ? പോടാ. നിനക്ക് വേണ്ടി ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞേ? അച്ഛനും അമ്മയും വീട്ടിലില്ല. എന്നെയാണെങ്കിൽ നീ തനിച്ച് ഇവിടെ വരാനും പറഞ്ഞിരിക്കുക. കോണ്ടം ഫ്രൂട്ട്സ് നീ അല്ലേ പറഞ്ഞത്
നിനക്ക് പാലും പഴവും ഒത്തിരി ഇഷ്ടാണെന്ന്. അതാ. ഉം. ഏയ്, എങ്ങോട്ടാ നോക്കുന്നേ? ഞാൻ ഇതാ പറഞ്ഞേ. ഉം, ഉം. ഉം, ഉം, ഇത് വേണ്ട. ഉം, ഉം. ഏയ് അത് തന്നെ ഉണ്ടല്ലോ. അല്ല ഉണ്ടല്ലോ, പിന്നീട് കഴിക്കാന്ന് ഞാൻ പറഞ്ഞതാ. അതൊക്കെ അവിടെ വെക്ക്. ഇപ്പൊ എന്തിനാ നീ എന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്? വെറുതെ. ഏയ് കള്ളം പറയല്ലേ, സത്യം പറ. നീയല്ലേ ഇന്നലെ എന്നോട് ഫോണിൽ പറഞ്ഞത് എന്റെ ഫീലിങ്സ് വളരെ വലുതാണെന്ന്. അതുകൊണ്ടാ എത്ര വലുതാണെന്ന് നോക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. ഉം. ഹേയ്, ഹാർട്ടിനെയാ പറഞ്ഞേ. അല്ലല്ലോ, നീ എന്തോ കള്ളം പറയാ. അല്ലല്ലോ. ഉം. നിന്റെ കണ്ണൊന്ന് പറയുന്നു, ലിപ്പ് മറ്റൊന്നാണല്ലോ പറയുന്നേ. എന്താ പറയുന്നത്? അതിനു വേണ്ടി തന്നെയല്ലേ വന്നത്. മാഡം വേണ്ട, മാഡം വേണ്ട, വേണ്ട മാഡം വേണ്ട, വേണ്ട. ஜெயச்சந்திரன் கோல்ட் ஹவுஸ், ரங்கநாதன் தெரு, மாம்பலம் ரயில் நிலையம் அருகில். നമസ്കാരം. ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വാർത്തകൾ. കേരളത്തിന്റെ നടുക്കം. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. ബലാത്സംഗം ചെയ്തത് ആരാണെന്ന് അറിയില്ല എന്ന് സ്ത്രീകൾ പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പോലീസ് ഇപ്പോൾ തന്നെ വ്യക്തമായ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ അല്ലേ മാഡം? യാ, താങ്ക് യു. വെൽക്കം മാഡം. ഗുഡ് മോർണിംഗ് മോൻഷി. ഏയ് ജെനി, നീ എവിടെയാ? ഞാൻ നാച്ചുറൽസിലുള്ളത്. അതെവിടെയാ? കടവന്ത്ര. എടി, ടിവിയിലെ ന്യൂസ് കണ്ടായിരുന്നോ? ന്യൂസോ? എന്ത് ന്യൂസ്?
അതെ എന്തു പറ്റി? 2-3 ദിവസമായിട്ട് നല്ല ടെൻഷനിലാണല്ലോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് അങ്ങനൊന്നുമില്ല. ഇല്ലെന്ന് നിങ്ങളുടെ വാ പറയുന്നതേ ഉള്ളൂ. പക്ഷെ നിന്റെ മുഖം പറയുന്നുണ്ട് എന്താ പ്രശ്നം ഉണ്ടെന്ന്. മാർക്ക്, പോലീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കിട്ടാത്ത ചില ചോദ്യങ്ങൾക്ക് ലോയർ പോയിന്റ് ഓഫ് വ്യൂവിൽ ആൻസർ കിട്ടും നിങ്ങളല്ലേ പറയാറുള്ളത്. പ്രശ്നം എന്താണെന്ന് പറയേ. ജാഫർ സാർ, ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ക്രിട്ടിക്കൽ കേസസ് ഒക്കെ വരും. അത് ഞങ്ങൾ ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ഹാൻഡിൽ ചെയ്ത് ആ കേസ് ക്ലോസ് ചെയ്യും. അത് ഞാൻ തന്നെ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഫ്രണ്ട്സ്, ഫാമിലി, എന്തിന് വൈഫിനോട് തന്നെ പറയാൻ പറ്റാത്ത കേസസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ ഒരു കേസാണ് 3 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അളിയാ, വലത് കൈ ഇല്ലെങ്കിൽ ഇടത് കൈ അന്വേഷിക്കുള്ളൂ എന്ന് വല്ലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എടേ, നീ എന്താണ് വല്ലാതിരിക്കുന്നേ? അത് പിന്നെ അത് പിന്നെ എടാ എടാ ഒന്ന് പറയടേ. കാണുന്നില്ലടാ. ഏത് എടാ? അനിയനെ കാണുന്നില്ലടാ. ആരുടെ അനിയെ? എടാ എന്റെ അനിയനെ കാണുന്നില്ല. എടേ, നിനക്ക് അനുജൊന്നും ഇല്ലല്ല. എടാ വാട്ട്? എടാ എടാ എന്റെ സാമാനം കാണുന്നില്ലടാ. അളിയാ, നീ പറഞ്ഞ സ്റ്റോറി എന്തായാലും കൊള്ളാം. പക്ഷെ ഈ കാര്യം നമുക്ക് പുറത്ത് ആരടുത്ത് പോയി പറയാൻ പറ്റില്ലടേ. എടേ, ഇവിടെ ഇരിക്കേണ്ട സാധനം എവിടെ പോയടേ? കൊച്ചു പിള്ളേർ പോലും കളയാത്ത ഒറ്റ സാധനം ഇതാ. അതിന് തന്നെ കളഞ്ഞു വന്ന് നിൽക്കുകയാണല്ലോ. എടേ, നീ സത്യം പറയടേ, നേരത്തെ നിനക്കത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് വന്ന് എന്നെ പറ്റിക്കുകയാണോ നീ? എടാ ഒന്ന് മനസ്സിലാക്കടാ. അയ്യോ, ഇതെങ്ങനെ പുറത്തറിഞ്ഞ എന്നെ 8ാമത്തെ അതിശയമാക്കിയിട്ടേ കാഴ്ചമംഗളം വരുത്തും. ഇതങ്ങോട്ട് പുറത്തും പറയാൻ പറ്റില്ല, പറഞ്ഞ ആരും വിശ്വസിക്കുകയില്ല. അല്ല, ഞാൻ വരുമ്പോ നീ എവിടെയാ പോയിട്ട് വന്നത്? എന്തു പറ്റി രാജാ? ഫോൺ ചെയ്തിട്ട് നീ കോള് പോലും അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. എടാ പറയ. അത് ഞാൻ പറയാം. എടാ, സംഭവം എവിടെ നടന്നേ? മുകളിലാണോ താഴെയാണോ അകത്തോ? ഇതെന്താ ഇവന്റെ അടുത്ത് വെച്ച് അവള് നോക്കുന്നേ? സോഫയിലായിരുന്നാ? അത്രയ്ക്ക് ധൃതിയല്ലേ ബ്ലഡി ഇഡിയറ്റ്സ്. എടാ ആരടി ഇവൻ? എന്താണ് ചെയ്യുന്നേ? അത് തുറന്ന് എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടി, ഈനകത്ത് അങ്ങനെ ഉണ്ടെങ്കിലാ, അതുകൊണ്ട് അതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നേ. അവളുടെ ഒരു കാര്യം. ഇവൻ എന്തേ നോക്കുന്നേ? ശക്തി കൂടിയപ്പോ ശക്തമായിട്ട് പുറത്ത് വീണ് കാണുവോ? അളിയാ പേടിക്കണ്ട, അതാ ഇവിടെ ഉണ്ട്. വാഴപ്പഴം. ഇത് ഇവന്റെതല്ലല്ലോ. എടാ ഇപ്പൊ നിങ്ങക്ക് എന്താ വേണ്ടേ? പറയാം. നോക്ക്, അത്യാവശ്യത്തിന് എങ്ങനെ നീ എടുത്ത് വെച്ചിട്ടുണ്ടാവുന്ന എനിക്ക് അറിയാം. ഫ്രഷ് ആയിരിക്കണം എന്ന് ഫ്രിഡ്ജ് എടുത്ത് വെച്ചിരിക്കണോ? ഇല്ല. അഴുക്കാണെന്ന് പറഞ്ഞ് വാഷിംഗ് മെഷീനിൽ ഇട്ടോ? ഇല്ല. ചുരുങ്ങിയിരിക്കുന്ന ആൻ ചെയ്യാൻ കൊടുത്തോ? ഇല്ല ഇല്ല ഇല്ല. നീ മറക്കിയ. ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ ചോദിക്കാം, ഇവ വന്നപ്പോ അവന്റെ അനിയനോട് കൂടി എവിടെ വന്നത്? പക്ഷെ പോയപ്പോ ഇവന്റെ അനിയൻ അവന്റെ അടുത്ത് ഇല്ല. എവിടെ അവന്റെ അനിയൻ? ഇവൻ വന്നപ്പോ തനിച്ചല്ല വന്നത്. തനിച്ചാണോടെ വന്നേ? അല്ലളിയ, അനിയൻ കൂടെ ഉണ്ടായിരുന്നു. കേട്ടല്ല? നിങ്ങൾ എന്തേ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യാ? എല്ലാളിയാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കളിയാ, എന്ത് വേണമെങ്കിൽ ചോദിക്കേ. നിർമ്മലയുടെ വീട്ടിൽ പോയിട്ട് അതൊക്കെ അന്വേഷിച്ചത് മണ്ടത്തരല്ലേടാ? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ ആരെങ്കിലും അവന്റെ സാമാനം കളഞ്ഞു എന്ന് പറഞ്ഞ് ആരടുത്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അളിയാ, നീ കളഞ്ഞത് ആൻഡ്രോയിഡ് മൊബൈൽ ആയിരുന്നെങ്കിൽ IMEI നമ്പർ വെച്ച് ഞാൻ കണ്ടുപിടിച്ചേനെ. ആണിന്റെ അടയാളം തന്നെ നീ കളഞ്ഞല്ലോ. പക്ഷെ നീ പേടിക്കണ്ട, അതിനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. നിനക്കങ്ങ് പറയാൻ എളുപ്പടാ, പക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കുക.
ഞാൻ ഇറങ്ങടാ. ദാ ഞാൻ പോയിട്ട് വരാം. അളിയാ ഈ മകുടി ഊതിയാലേ പാമ്പ് വരുവോ ഇല്ലേ? ആ വരും. അതെന്തിനാ ചോദിക്കുന്നേ? കാരണം അതിന്റെ ശബ്ദം പാമ്പിന് ഇഷ്ടമാണ്. അതിന് അതേപോലെ നിന്റെ സാമാനത്തെ എന്ത് ഇഷ്ടമാണോ അതേപോലെ ചെയ്താ നിന്റെ സാമാനം പുറത്ത് വരുമല്ലോ. ആ നിനക്ക് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, നിനക്ക് തമിഴാ കറക്റ്റ്. ഇന്നാ നോക്ക്. ഡേയ് അഭിനയിക്കാതെ നോക്കടേ. അവന്റെ ഒരു നാണം. എടാ ഒന്ന് മിണ്ടാ നോക്കടേ. വെപ്രാളം പിടിക്കാതെ പതുക്കെ നോക്കടേ. നോക്കിക്കൊണ്ട് മാത്രം ഇരിക്കാതെ അവിടേക്ക് ഒന്ന് പിടിച്ച് തളവടേ. എടേ സാധനം വന്നാ? എന്റെ അമ്മ ഒന്നും പറയാതെ ഇവൻ കിടന്നങ്ങോട്ട് സൂഹിക്കുകയാണല്ലോ. എടാ പുറത്ത് വന്നാ? ഈ ശബ്ദം കേട്ടാ പെരുമ്പാമ്പ് തന്നെ പുറത്ത് വരുമായിരുന്നല്ലേ. സംതിങ് റാങ്. ഞാൻ തന്നെ അകത്ത് പോയി നോക്കാം. വന്നാ? നീ ഒന്നും വേണ്ട വിഷമിക്കണ്ട. എന്റെ സാധനം പണയം വെച്ചെങ്കിലും നിന്റെ സാധനം ഞാൻ എടുത്ത് തരും. കേട്ടില്ലേ? ധൈര്യമായിരിക്കണേ. എന്താടാ മദ്യപിച്ചോണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? സാറേ സുഹൃത്താ സാറേ, ഫീലിംഗാ സാറേ. അതാ സാറേ ഒരു ചെറുത്. ഇങ്ങനെ ഒന്നും നോക്കല്ലേ സാറേ. സാറിന്റെ അനിയായിട്ട് കരുതി ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കി. ഡാ നിന്റെ സംസാരമേ ശരിയല്ലല്ലോ. നീ ബുക്കും പേപ്പറും ഒക്കെ എടുക്ക. ഏത് പേപ്പർ വേണം? റൂൾഡ് പേപ്പറോ അൺറൂൾഡ് പേപ്പറോ? ഞാൻ എന്താ പരീക്ഷ എഴുതാൻ പോകുന്നു? വണ്ടിയുടെ എടുക്കടാ. ഇങ്ങനെ തെളിച്ച് ചോദിച്ചാ പോരായിരുന്ന? എടുക്കടാ. എന്തൊരു പോലീസ് അത്. ഇതാ പിടിച്ചോ, വായിച്ച് പഠിക്ക്. ഇൻഷുറൻസേ എക്സ്പയറി ആയിരിക്കുക. ഇങ്ങോട്ട് നോക്ക്. എന്താടാ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് നിയമപ്രകാരം തെറ്റെന്നറിയില്ലേ? ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്, ലൈസൻസ് ഇല്ല, ഇൻഷുറൻസും എക്സ്പയറി ആയി. മൊത്തത്തിൽ 3700 രൂപ ഫൈൻ അടച്ചിട്ട് വെക്കോ. അത്ര കാശൊന്നും ഞങ്ങൾ ഇല്ല സാർ. വെള്ളടിക്കാൻ പോലും ഞങ്ങൾ അത്ര കാശ് ചെലവ് ചെയ്യില്ല. ആ എങ്കിലൊരു കാര്യം ചെയ്യ്, വണ്ടി നാളെ സ്റ്റേഷനിൽ ഒന്ന് എടുത്താൽ മതി. എന്ത് പറഞ്ഞ് രക്ഷപ്പെടാം സാർ? ഞാൻ ഒരു കഥ പറയട്ടെ സാർ. ഡാ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞപ്പോ കഥ പറയുന്നു നീ. ഇപ്പൊ നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കണോ വേണ്ടേ? ശരി പറഞ്ഞു തൊലയ്ക്ക്. അതെ, നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞോ ഇല്ലേ? ആയി. പക്ഷെ എന്റെ കഥയിൽ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. ബൗ ബൗ ബൗ. ഇപ്പൊ കഥയ്ക്കകത്തോട്ട് പോയാലാ? ആ പോ. എന്റെ കഥയില് നിങ്ങൾ വീട് വീടായിട്ട് പെണ്ണ് നശിച്ച് കറങ്ങുന്നു. അതിലൊരു പെണ്ണിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ശരി, കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പോയപ്പോ പെണ്ണിന്റെ അച്ഛൻ ആഭരണം പൈസ തരൂല, നിനക്ക് വേണമെങ്കിൽ നീ തന്നെ ചെലവ് ചെയ്ത് കല്യാണം കഴിച്ചൂടെ എന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ. ഞാനും അങ്ങനെ കല്യാണം കഴിച്ചേ. സ്ത്രീധനമായിട്ട് 10 പൈസ പോലും ഞാൻ വാങ്ങിയില്ല. ഇത് എമോഷനോട് കൂടി എന്റെ കൂടെ ജീവിക്കാൻ പോകുന്ന പെണ്ണിന് ഞാൻ തന്നെ ചെലവ് ചെയ്ത് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് നിങ്ങൾ കല്യാണം കഴിക്കുന്നു. അവിടെ അവളുടെ അച്ഛൻ ഒരു ട്വിസ്റ്റ് വെക്കുന്നു. എന്താ അയാൾക്ക് പ്രശ്നം? കല്യാണത്തിന് ശേഷം നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി സേവിംഗ് എന്നൊരു അമൗണ്ട് അയാളുടെ അളിയനടുത്ത് വർഷാവർഷം കൊടുക്കണമെന്ന് അയാൾ പറയുന്നു. അളിയനോടോ? എന്തിന്? ഗുഡ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഭാര്യയ്ക്ക്, അതായത് അയാളുടെ മോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ചെലവ് ചെയ്യാൻ വേണ്ടി ചോദിക്കുക. എന്നെ കണ്ട എന്താ മണ്ടനെ പോലെ തോന്നുന്നു? അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താലി കെട്ടിക്കൊണ്ടുവന്ന് എനിക്ക് നോക്കാൻ അറിഞ്ഞൂടെ? ഞാൻ എന്തിനാടാ വല്ലവനും കാശ് കൊടുക്കുന്നേ? ഇത് തന്നെയാണ് സാർ ഞാനും ചോദിക്കുന്നേ. എന്റെ വണ്ടിക്ക് 2 ദിവസത്തിൽ ഒരിക്കൽ പെട്രോൾ ഞാനാണ് അടിക്കുന്നത്. 3 ദിവസത്തിൽ ഒരു ദിവസം കാറ്റ് ഞാനാ അടിക്കുന്നേ. വാട്ടർ സർവീസ് ഞാനാ ചെയ്യുന്നേ. ഇത്രയും ചെയ്യുന്ന ഞാനേ ഇൻഷുറൻസ് എന്നുള്ള പേരിൽ മറ്റൊന്ന് കാശ് കൊടുക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? എന്താ നിന്റെ സംസാരം നിർത്ത്. അതെയോ? ഫൈൻ ഇവിടെ അടയ്ക്കുന്നോ അതേ രാവിലെ സ്റ്റേഷനിൽ അടച്ചിട്ടേ വണ്ടി എടുത്തോണ്ട് പോകുന്നുള്ളൂ? എന്റെ സാറേ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം സാറേ, എന്റെ അടുത്ത് അത്രയും കാശില്ല സാറേ. ശരി, എത്ര നിന്റെ കയ്യിലുള്ളത്? എന്റെ അമ്മച്ചി പൊതി അഴിക്കാതെ വിടില്ല ഇയാള്. ഇതാ സാറേ 100 രൂപ. അളിയാ, നമ്മുടെ നാട്ടിലാണ് കുടിക്കാനും കാശ് വാങ്ങുന്നത്, കുടിപ്പിച്ചിട്ടും കാശ് വാങ്ങുന്നത്. നീ ഒച്ച ഉണ്ടാക്കല്ലേ, പിന്നെ നിയമം ഉണ്ടല്ലോ, അത് അതിന്റെ വഴിക്ക് അങ്ങ് തിരിയും. ശരിയല്ലേ? നിയമം അതിന്റെ വഴിക്ക് തന്നെ പോണോ അല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യവരെ. എടാ വെയിറ്റ് ചെയ്യടേ. എക്സ്ക്യൂസ് മീ സാർ, ഒരു കംപ്ലൈന്റ് തരുന്നുണ്ടേ. സാറല്ല സാറേ, എന്റെ അടുത്ത് കാശ് വാങ്ങിച്ച ഈ സാറാണ് സാറേ. എന്താടാ സാറേ, ഇവന്റെ കൂട്ടുകാരനാണ് സാറേ. അല്ല എനിക്കറിയാലോ. ഇവന്റെ അനിയനെ കാണാനില്ല സാറേ.
അനിയനെ കാണാനില്ലെന്നോ? അതെ സാറേ, കാണാനില്ല സാറേ. കൂടപ്പുറപ്പാണോ? അതെ സാറേ, അവന്റെ കൂടെ പിറപ്പാണ്, അവന്റെ കൂടെ പിറന്ന അനിയൻ തന്നെയാ സാറേ. പക്ഷെ നല്ല അനിയൻ കുട്ടനാണ് സാറേ. എത്ര പണി കൊടുത്താലും മടി കൂടാതെ ചെയ്യും സാറേ. കാണുന്നിടത്തെല്ലാം കേറും, കേറുന്നിടത്തെല്ലാം നേടും. അവൻ എന്തൊരു ദേഷ്യമാണെന്ന് അറിയില്ല. ആരോടും പറയാതെ പോയി സാറേ. ഡാ, കരയാതെടാ. ഡേയ്, ഒരുപാട് ഫീൽ ചെയ്യില്ലേ? പറയുന്നത് കേക്ക്. അനിയനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അനിയൻ ആർക്കാണ് സാറേ ഇഷ്ടമല്ലാത്ത? ആണായിട്ട് ജനിച്ച എല്ലാവർക്കും അനിയെന്ന് വെച്ച ജീവനാണ് സാറേ. ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? സാർ, അനിയന്റെ ഫോട്ടോ ഇവൻ എടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ ഇതുവരെ എനിക്ക് കാണിച്ചു തന്നിട്ടേ ഇല്ല സാർ. ഫോട്ടോയും ഇല്ലേ? ശരി, കാണാൻ എങ്ങനെയുണ്ട്? എന്തെങ്കിലും അടയാളം? കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഉണ്ടാവും സാറേ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? സാർ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട് വാ സാറേ. സ്വാമി ശരണം, സ്വാമി ശരണം. നിന്നെ ഞാൻ ഈ സാങ് നിനക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാടേ. ആ ചാനൽ അങ്ങോട്ട് മാറ്റണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളുടെ വനജ ദേവിയുടെ കഥകടയ്ക്ക് കാല് വെക്ക്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം മാഡം. സുഖാണോ സർ? സുഖമായിട്ടിരിക്കുന്നു. കണ്ടിട്ട് നിങ്ങൾക്ക് സുഖമാണെന്ന് തോന്നുന്നു. എന്താ ഡോക്ടർ, വല്ലാത്ത റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. വീട്ടിലെ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞോ? അതൊക്കെ കൃത്യമായിട്ട് നടക്കും. ഏതൊക്കെ എപ്പോഴൊക്കെ ചെയ്യണോ അതൊക്കെ അപ്പോഴപ്പോഴായിട്ട് കൃത്യമായിട്ട് ചെയ്തേക്കണം. അല്ലെങ്കിൽ നമ്മളെ കുറിച്ചൊരു മതിപ്പുണ്ടാവില്ല. എല്ലാ ആണുങ്ങളും ഡോക്ടറെ പോലെയാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ കോളർ എത്തിക്കഴിഞ്ഞു. നമുക്ക് നോക്കിയാലോ? നമസ്കാരം. ഹലോ മാഡം. നമസ്കാരം. ആരാ ഇവിടുന്ന് സംസാരിക്കുന്നേ? എനിക്ക് മാഡത്തിനോട് സംസാരിക്കണം. എന്താ സാറേ, ഫീലിംഗ് ആണോ? അതെ മാഡം, ഉടനെ കേറി പിടിച്ചു കളഞ്ഞല്ല. ഹലോ, ഞാനിരിക്കുന്നത് ഇവിടെയാ. അവിടെ പിടിച്ചത് ആരാണെന്ന് പോയി നോക്ക്. അല്ല മാഡം, കണ്ടൻ പിടിച്ചെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വല്ലാത്ത ഫോമിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഡാം ഒക്കെ അങ്ങ് തുറക്കും. ഡോക്ടറോട് സംസാരിക്കാം. പറയാനിയാ ഡോക്ടറെ, കട്ടില് 2 പേര്. ആ അല്ല, സോഫയില് 2 പേര്. അല്ല, ഇവൻ നമ്മളെ കുറിച്ചാണോ പറയുന്നേ? നോക്കിയപ്പോ കാണാനില്ല. അന്യനെ കാണാനില്ലേ? അതെ ഡോക്ടറെ, കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അനിയ, നീ അടിച്ച് ഫിറ്റ് ആണല്ലേ? സാറേ, സത്യമായിട്ട് കാണുന്നില്ല സാറേ. ഉം. ഹലോ ഡോക്ടറെ. ഹലോ കേൾക്കുന്നുണ്ടാ? ഹലോ ഡോക്ടറെ, ലൈൻ കട്ടായി പോയി ഡോക്ടർ. ലാസ്റ്റ് കോളർ പറഞ്ഞതുപോലെ അതുപോലെ കാണാതാകാൻ ചാൻസ് ഉണ്ടോ? ഒരു ചാൻസും ഇല്ല. വെള്ളം അടിച്ചിട്ട് അയാള് മുന്നിൽ അന്വേഷിക്കേണ്ട സാധനത്തെ പിന്നിൽ അന്വേഷിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏയ്, ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? എന്താ നിന്റെ പ്രശ്നം? ലെറ്റ്സ് ബ്രേക്കപ്പ്. ബ്രേക്കപ്പോ? ജെനി, എന്താ നിനക്ക് സംഭവിച്ചേ? ഏയ്, എല്ലാവർക്കും അവരുടെ ലൈഫ് പാർട്ണർ ഇങ്ങനെ തന്നെ ഉണ്ടാവണം, അവരുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കില്ലേ? അത് തന്നെയല്ലേ ഞാൻ ആഗ്രഹിച്ചത്. എന്റെ ലവർ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഉണ്ടാവണമെന്ന് ഞാൻ എന്താ ആഗ്രഹിക്കാനേ പാടില്ലേ? ആഗ്രഹിക്കാം, പക്ഷെ ഇങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് ഓർഡർ ചെയ്യാൻ പാടില്ല. ഞാൻ ഓർഡർ ചെയ്തതല്ല ജെനി, ഇഷ്ടമല്ലെന്ന് പറഞ്ഞതാ. എനിക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് ഞാനാ തീരുമാനിക്കുന്നേ, അല്ലാതെ നീയല്ല. അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. എനിക്കിഷ്ടമുള്ള പോലെ നീ മാറണോന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ മാത്രം എന്താ? നിനക്കൊരു കാര്യം അറിയോ? എന്റെ പേരൻസ് പോലും എന്നെ കൺട്രോൾ ചെയ്തിട്ടില്ല. പക്ഷെ നീ... ഏയ് ജെനി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏയ്, ലവ് എന്ന് വെച്ചാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയല്ലേ? നിന്നെ കുറിച്ച് ഞാനും എന്നെ കുറിച്ച് നീ നന്നായിട്ട് മനസ്സിലാക്കി കല്യാണത്തിന് ശേഷം നമ്മൾ ജീവിക്കാൻ പോകുന്ന ജീവിതത്തിന് ഇപ്പൊ നമ്മൾ പ്രേമിക്കുന്ന ഈ സമയമല്ലേ നല്ലൊരു മെമ്മറി ആയിരിക്കാൻ പോകുന്ന? സത്യം തന്നെയാ. പക്ഷേ എന്റെ ഫ്രീഡൊക്കെ വിട്ടു തന്നാൽ ഇതൊക്കെ കിട്ടുമെങ്കിൽ അങ്ങനെ ഒരു മെമ്മറീസ് എനിക്ക് ആവശ്യമില്ല. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? നിനക്കും എനിക്കും സെറ്റ് ആവില്ല. സോ ലെറ്റ്സ് ബ്രേക്കപ്പ്. എടി, നീ എന്താടി പറയുന്നേ? ഞാൻ പറയാ, എനിക്ക് തന്നെ വേണ്ട. അങ്ങനെ വരട്ടെ. നീ എന്നെ സമാധാനിപ്പിക്കുമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചേ. എടാ നാറി, നീ ഒന്നും ഒരിക്കലും എനിക്ക് സെറ്റ് ആവില്ല. നിന്നെയൊക്കെ ലവ് ചെയ്ത് എന്നെ പറഞ്ഞ പോരെ. ഒന്ന് മതിയാകടി. നീ എന്താടി വലിയ മറ്റോളെ പോലെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? നീ ഇല്ലെങ്കിൽ എനിക്ക് വേറെ പെണ്ണൊന്നും കിട്ടില്ലേ? ഇങ്ങോട്ട് നോക്ക്, നിന്നെക്കാളും സൂപ്പറായിട്ടൊരു പെണ്ണെ 2 മാസം ലവ് ചെയ്ത് കാണിക്കാം. ഓക്കേ? നിനക്ക് ഷോൾ ഇട്ടില്ലെങ്കിൽ ഇഷ്ടമല്ലേ?
എക്സ്ക്യൂസ് മീ. ആരടാ ഇത്? കണ്ടിട്ട് കൊള്ളാലോ. എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? എന്റെ അമ്മോ, എന്തൊരു സ്ട്രക്ചറാ. സംശയമുണ്ടോ? ഉള്ളതെല്ലാം പെർഫെക്റ്റ്, സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങള് കമ്മിറ്റഡ് ആണോ? എവിടെ? നീ ഫ്രീ ആണോ? ആ, എന്നെ വീട്ടിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ആ. ഒരു പക്ഷേ അവനെങ്ങാനും ജെനിയെ കറക്റ്റ് ചെയ്ത് കാണുമോ? എടാ ഒന്ന് സൂക്ഷിച്ച്. നീ എന്താടാ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്നേ? ഞാൻ ഓടിച്ചു എന്നല്ലേ ഉള്ളൂ. ആക്സിലേറ്റർ ഇരിക്കുന്ന ഇവിടെ അല്ലേ. നോട്ടി ബോയ്. ഓക്കെ ബൈ. എന്താ ബായോ? വീടിന്റെ പടിക്കൊക്കെ ഡ്രോപ്പ് ചെയ്തല്ലേ. വന്ന സ്ഥിതിക്ക് ചായയോ കാപ്പിയോ പാലോ എന്തെങ്കിലും ഒന്ന് തന്നൂടെ? വീട്ടില് അച്ഛനും അമ്മയും ആരും ഇല്ലേ? നാട്ടിൽ പോയിരിക്കാം. ഓ, നീ ഇരിക്കും, ഞാനിപ്പോ വരാം. ആ. വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവിടെ വെച്ച് വേണ്ടെന്നാ പറഞ്ഞേ. ഇല്ല, അങ്ങനെ ആവാൻ സാധ്യതയില്ല. എന്റെ ജിനി അങ്ങനത്തെ ക്യാരക്ടർ അല്ല. എന്റെ ജിനി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നിനക്കും എനിക്കും സെറ്റ് ആവില്ല. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. വൃത്തികെട്ട നാറി, എന്തിനാടാ എന്റെ വണ്ടി വന്ന് ഇരിക്കുന്നത്? എന്തിനാ ബോസ് വഴക്ക് പറയുന്നേ? ഞാൻ നിങ്ങളെ പോലെ സന്തോഷത്തിന് കുടിക്കുന്നതൊന്നുമല്ല. എനിക്ക് എന്തുമാത്രം പ്രശ്നമുണ്ടെന്ന് അറിയോ? ആഹാ, ഇപ്പൊ ശരിയാക്കി തരാം. നിക്ക്, ദേ ഇങ്ങോട്ട് വാ. ഇല്ല, വന്നാ നിങ്ങൾ എന്നെ തല്ലും. ഞാൻ തല്ലൂല്ലേ, വാടേ. നാറി, എന്താ നീ പറഞ്ഞത്? ഈ ലോകത്തിൽ എനിക്കാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. ഈ ലോകത്തിൽ ആർക്കും ഇല്ലാത്ത പ്രശ്നം എന്റെ അളിയനാണ് ഉള്ളത്. അതെ, അങ്ങനെ എന്ത് പ്രശ്നം? അത് ഞാൻ പറഞ്ഞാൽ ശരിയാവൂല, എന്റെ അളിയൻ തന്നെ പറയും. അളിയ ഇപ്പൊ നോക്കിക്കോ.
ഗുഡ്സ് റെയില് വന്ന് പല നാടുകൾ കണ്ട പിന്നെ സ്റ്റേഷൻ വരും മുന്നേ കാണാതായി. ഡ്രില്ലിംഗ് മെഷീൻ ഒന്ന് പല വേലകൾ ചെയ്ത പിന്നെ റിവിറ്റ് അഴിഞ്ഞി പോവേണ്ടാതായി. കാണാ കാഴ്ചയെല്ലാം കാണാതെ ആയപ്പോ കണ്ണിലെ കാഴ്ചയെല്ലാം മറഞ്ഞു പോയേ. AK-47 വെച്ച് ഷൂട്ട് ചെയ്ത ഞാൻ ഷൂട്ട് ചെയ്യാനിപ്പോ എനിക്ക് കണ്ണയില്ലടാ. ഞാൻ വേലയില്ല ഉറലായി പോയി കരളെ എന്റെ ലൈഫ് മൊത്തം ഇപ്പോ ഫ്യൂസൂരിയ ലൈന് പോലെ. ഗുഡ്സ് റെയില് വന്ന് പല നാടുകൾ കണ്ട പിന്നെ സ്റ്റേഷൻ വരും മുന്നേ കാണാതായി. ഡ്രില്ലിംഗ് മെഷീൻ ഒന്ന് പല വേലകൾ ചെയ്ത പിന്നെ റിവിറ്റ് അഴിഞ്ഞി പോവേണ്ടാതായി. ആർക്ക് രണ്ട് സൈസ് കുഴിയെ എനിക്ക് ഞാനൊന്ന് വെട്ടി വെച്ചേ. വെട്ടിയ കുഴിയിൽ കിടക്കണ നേരം തലയിൽ മണ്ണ് ഞാൻ വാരിയിട്ടേ. പല വഴി പെരുവഴി അലയും നേരം എന്നെ കറക്കിടും വിധി പിന്തുടരും നേരം. കഴുത്തിൽ റോസാ പൂമാല അയ്യോ കയ്യിന്ന് മിസ്സായ എൻതൂള്. ചുവന്ന റോസ് അയ്യോ പോയല്ലോ ഫ്യൂസ്. ഞാൻ എന്നെന്നും മാസ് ഹെഡിങ് ഡോങ്ക് മണിയ ലൂസ്. ഗുഡ്സ് റെയില് വന്ന് പല നാടുകൾ കണ്ട പിന്നെ സ്റ്റേഷൻ വരും മുന്നേ കാണാതായി. ഡ്രില്ലിംഗ് മെഷീൻ ഒന്ന് പല വേലകൾ ചെയ്ത പിന്നെ റിവിറ്റ് അഴിഞ്ഞി പോവേണ്ടാതായി. ഒന്നിനു പോകും ചുമരിന്മേലെ എന്റെ തല ഇപ്പോ മുട്ടിയല്ലോ. ഹീറോയായി ഇരുന്ന ഞാനോ സീറോയായി മാറിയല്ലോ. പല സിക്സർ അടിച്ച എൻ ബാറ്റിപ്പോ ഹാൻഡിൽ ഇല്ലാതെ പോയല്ലോ. പല്ലെല്ലാം പോയൊരു കിളവനായി ഞാൻ കഷ്ടപ്പെടും ഒരു നേരമല്ലോ. ഗീറിയില്ല പായും ഒരു വണ്ടി പോലെ ഞാനും എൻ ജീവിതം ഇപ്പോ ഡ്രൈഡേ പോലെയായി. ഗുഡ്സ് റെയില് വന്ന് പല നാടുകൾ കണ്ട പിന്നെ സ്റ്റേഷൻ വരും മുന്നേ കാണാതായി. ഡ്രില്ലിംഗ് മെഷീൻ ഒന്ന് പല വേലകൾ ചെയ്ത പിന്നെ റിവിറ്റ് അഴിഞ്ഞി പോവേണ്ടാതായി. കാണാ കാഴ്ചയെല്ലാം കാണാതെ ആയപ്പോ കണ്ണിലെ കാഴ്ചയെല്ലാം മറഞ്ഞു പോയേ. AK-47 വെച്ച് ഷൂട്ട് ചെയ്ത ഞാൻ ഷൂട്ട് ചെയ്യാനിപ്പോ എനിക്ക് കണ്ണയില്ലടാ. എന്റെ ഹാർട്ടിൽ നീയോ തൊല്ല എന്റെ ലൈഫിൽ ഹാൻഡിൽ ഇല്ല. ഇത് വെളിയിൽ എങ്ങനെ ചൊല്ല സാഡ് ഫീൽ തീർക്കാൻ ഫുള്ളൊന്നടി. അളിയ ഡോക്ടർ ഒന്നും വേണ്ടടാ, പോടാ. ഡാ നീ എന്തൊക്കെയാ പറയുന്നേ? ഈ പേര് നോക്കടാ, സത്യാന്ന പേരിൽ തന്നെ സത്യം ഉണ്ടടാ. നീ പേടിക്കാതിരിക്കുക, അയാൾ കണ്ടുപിടിച്ച് തരും. എന്തുവാടെ ഇതൊക്കെ? എടാ പറഞ്ഞോളൂ, എന്താ പ്രശ്നം? അത് എങ്ങനെയാ മേഡം നിങ്ങളുടെ അടുത്ത് പറയുന്നേ? ഡോക്ടറിന്റെ അടുത്ത് എപ്പോഴും ഓപ്പൺ ആയിട്ട് വേണം സംസാരിക്കാൻ. അപ്പോഴേ ആ ഫീൽ വരുള്ളൂ. ഫീൽ ഉണ്ടാവും മേഡം. ഓക്കെ മേഡം, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം മേഡം. മേഡം ഉണ്ടായിരുന്നു മേഡം, ആ പിന്നെ ഇല്ല മേഡം. ഇല്ലെന്നോ? ഇല്ലല്ല മേഡം, ഉണ്ടായിരുന്നു മേഡം, പിന്നീട് അതങ്ങോട്ട് കാണാതായി മേഡം. കാണാതായെന്നോ? അതെ മേഡം, കാണാതായി മേഡം. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ ഒരു പക്ഷേ ഇനി ഓപ്പൺ ആയിട്ട് പറയേണ്ടി വരുമോ? എടാ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊരു കഥ പറയട്ടെ. പറയണം മേഡം. ഒരു വേട്ടക്കാരൻ തത്തമ്മയെ വെടിവെക്കാനായിട്ട് പോകുന്നു. അവൻ വെടിവെക്കുന്നത് ചെറിയ തോക്കിലാണോ വലിയ തോക്കിലാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. അവൻ അതിനെ വെടിവെച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലായോ? ഇനി നിങ്ങൾ പറയും. മാഡത്തിന്റെ സ്റ്റൈൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി. മാഡത്തിന്റെ സ്റ്റൈലിൽ തന്നെ വരെ മാഡത്തിന്റെ കഥയിൽ ഉള്ള പോലെ തന്നെ എന്റെ കഥയിൽ ഒരു വേട്ടക്കാരനുണ്ട് മേഡം. അവനൊരു മോനുണ്ടായിരുന്നു.
അവന്റെ അടുത്ത് തോക്ക് കൊടുത്ത് ഇത് സൂക്ഷിച്ച് നോക്കിക്കോണേ, വെടിവെക്കാൻ ഒരു ദിവസം വരും, അപ്പ വെക്കാൻ വെടി എന്ന് പറഞ്ഞു. ആ ചെക്കനും ആ തോക്കിനെ തുടച്ച് സഞ്ചിക്കകത്ത് വെച്ചു മാഡം. അങ്ങനെ ഇരിക്കും ആ പയ്യൻ ഒരു ദിവസം ആലോചിച്ചു, തോക്ക് നമ്മുടെ തന്നെ ഉണ്ടല്ലോ, ഒരു വെടി വെക്കാന്ന് പറഞ്ഞ് ആലോചിച്ച് ഒരു തത്തമ്മയെ വെച്ച് വെടി. അത് അവനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ കാണുന്ന എല്ലാ തത്തമ്മയും അവൻ വെടിവെച്ചോണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ അവന്റെ അച്ഛൻ പറഞ്ഞ ആ ദിവസം വന്നു. ശരി, ഇപ്പൊ തത്തമ്മയെ വെടിവെക്കാന്ന് പറഞ്ഞ് സഞ്ചിക്കകത്ത് കൈയിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോ തോക്ക് കാണുന്നില്ല മാഡം. ഓ, തോക്ക് തന്നെ കാണുന്നില്ലെന്നോ? 2 ഉണ്ടയും കാണുന്നില്ല മാഡം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിനേക്കാളും നേരിട്ട് കണ്ടാലേ ശരിയാവുള്ളൂ. എടാ, നീ പറഞ്ഞതുകൊണ്ടാണ് നീ വിളിച്ച സ്ഥലത്തേക്ക് ഞാൻ വന്നത്. ഇപ്പോഴാണെങ്കിൽ ഡോക്ടർ എന്നെ കണ്ടതും ബോധം കെട്ട് താഴെ വേണോ? എന്റെ ജീവിതം ഇതോടെ കഴിഞ്ഞടാ. നീ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ? എടാ, നമ്മുടെ നാട്ടിൽ കുറഞ്ഞത് ഒരു 5000 ഹോസ്പിറ്റലെങ്കിലും ഉണ്ടാ. ഹോസ്പിറ്റലിൽ ഒരു 10 ഡോക്ടർ ആണെങ്കിൽ 50,000 ഡോക്ടേഴ്സ്. നമ്മളിപ്പോ കണ്ടതേ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ. ഇനിയും കാണാനായിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാരെയും കാണുന്നു, നിന്റെ അനിയനെ പൊക്കുന്നു. MRI സ്കാൻ ചെയ്യുന്നു. ഇത് കണ്ട നമ്മുടെ ഡീനിന്റെ തല പോലെ ഉണ്ടല്ലേ? ഡോക്ടേഴ്സ്, നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു കേസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് വളരെ റെയറായ ഒരു കേസാണ്. റെയർ എന്ന് പറയുന്നതിനേക്കാളും ഇതാണ് ഫസ്റ്റ് ടൈം എന്ന് പറയാം. ഈ കേസിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് സ്പേം പ്രൊഡക്ഷൻ ഉള്ള സാധ്യതയില്ല. ബട്ട് യൂറിനിറ്റി ബാക്ക് സൈഡിൽ ഡയറക്റ്റായി ബൈപ്പാസിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ ഇനി ഇയാൾക്ക് ലൈഫിൽ ഒന്നിന് സാധ്യതയില്ല, 2 മാത്രമേ സാധ്യതയുള്ളൂ. ഡോക്ടർ, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഡോക്ടർ കുമാരി, ഐ ഡോണ്ട് നോ. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ആര് ഡൊണേറ്റ് ചെയ്യും? ഡോക്ടർ, ഈ കേസിൽ അത് ഉണ്ടായിരുന്നു എന്നുള്ള അടയാളമോ അല്ലെങ്കിൽ മിസ്സിംഗ് മാർക്ക് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാല് എന്റെ തല പോലെ ശൂന്യമാണ്. ഈ കേസിനെ കുറിച്ച് ലണ്ടനിലുള്ള സെക്സ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജോണിയുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം തന്നെ ഇത് മെഡിക്കലി നോൺ പോസിബിൾ എന്ന് പറഞ്ഞ് അവസാനം കൈമലർത്തി. സോ ഈ കേസിന്റെ ചാപ്റ്റർ ക്ലോസ്. ഇങ്ങോട്ട് നോക്ക്, നിന്നെക്കാളും സൂപ്പറായിട്ടൊരു പെണ്ണെ 2 മാസം ലവ് കാണിക്കാം. ഓക്കെ,
രാവിലെ തന്നെ എടി ഹായ് അമ്മേ. ഞായറാഴ്ച എങ്ങോട്ടാടി പോകുന്നേ? ഷൂ ഉണ്ടമ്മേ, പ്രാക്ടീസിന് പോവാ. ശരി, എന്റെ ബാഗ് എവിടെ? അകത്തുണ്ട്, പോയി എടുത്തോ പോ. Sweet move. നിന്നെ കൊണ്ട് തോറ്റു. എന്താടി മതിയാക്കിയോ? ടയർഡായി പോയിടി. ഇത്ര പെട്ടെന്നോ? എടി, കളിക്കുമ്പോഴത്തെ ഡ്രീം വന്നു കഴിഞ്ഞാ ശരിക്കും അവിടെ പെയിൻ ഉണ്ടാവോ? ഒന്ന് പറയടി. ഡ്രീമിൽ എങ്ങനെ സംഭവിച്ചാ റിയലായിട്ട് എങ്ങനെയാണ് പെയിൻ ഉണ്ടാവുക? പക്ഷെ എനിക്കുണ്ടാവുന്നുണ്ടല്ലോ. അല്ലല്ലോ, എനിക്കെന്തോ നീ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഒക്കെ കാണുമ്പോ നീയും നിന്റെ ആളും കൂടിയൊക്കെ ചേർന്ന് ഒരു ഫുൾ കളി കളിച്ചെന്ന് തോന്നല്ലോ. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഇന്നലെ ഞാനും അവനും ബ്രേക്കപ്പ് ആയി. എന്തു പറ്റിയടി? മോഡേണായി ജീവിക്കുന്നത് തെറ്റാണോ? അല്ലല്ലോ. ഷോൾ അങ്ങനെ ഇടാൻ പാടില്ല, ഹെയർ ഇങ്ങനെ ഇടാൻ പാടില്ല, സാരി തന്നെ ഉടുക്കണമെന്ന് പറഞ്ഞ് വല്ലാത്ത ടെൻഷൻ ആക്കുവടി. അത് പിന്നെ പോട്ടേന്ന് വെക്കാം. പാചകം പഠിക്കാൻ പറയുന്നടി. ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും സ്വിഗ്ഗി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് വഴക്കടിക്കാൻ വരുന്നടി. നിനക്ക് ആഹാരം വെക്കാൻ അറിയോ? ഏയ് നോ. അതുകൊണ്ടാ പോടാ മൈരെ, നീ എനിക്ക് സെറ്റ് ആവില്ലെന്ന് പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോന്നു. നമ്മൾ എന്തൊക്കെ വെസ്റ്റേൺ കൾച്ചറിൽ ജീവിച്ചാലും അവസാനം എന്തായാലും നമ്മുടെ കൂടെ ഒരുത്ത വേണോടി. അവൻ ഒരുപാട് റൂൾസ് ഇടുവാടി. പയ്യന്മാരെന്ന് വെച്ചാ അങ്ങനെ തന്നെ മോളെ. നമ്മള് കാണിക്കേണ്ടതൊക്കെ കാണിച്ച് വീഴ്ത്തേണ്ട രീതിയിൽ വീഴ്ത്തിയെന്ന് വിചാരിച്ചോ, അതിനുശേഷം നായ്ക്കുട്ടി ചുറ്റി വരുന്നത് പോലെ നമ്മുടെ ചുറ്റിങ്ങനെ ചുറ്റി വന്നോണ്ടിരിക്കും. അതുകൊണ്ട് അവന്മാർക്ക് താഴ്ന്നു കൊടുക്കാന്ന് പറയുവാണോ? നീ ആണെങ്കി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാനേ അവനെ ഭരിക്കാൻ വിട്ടിട്ട് എന്റെ കയ്യിൽ ഭരണം വെക്കും. ഇതൊന്നും എനിക്ക് സെറ്റ് ആവില്ലടി. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നീ എന്തായി പറയുന്നേ? എടാ, ഇന്ന് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ആണുങ്ങളെക്കാളും പെണ്ണുങ്ങൾ കുറവാണെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. അതായത് 10 പയ്യന്മാർക്ക് 5 അല്ലെങ്കിൽ 6 പയ്യന്മാരെ ഉള്ളൂന്ന്. 10 തന്നെ ഇവിടെ കണക്കില്ല. അപ്പം മൊത്തം ഒന്ന് കണക്ക് വിട്ട് നോക്കിയേ. ഇപ്പൊ എന്തിനാ നീ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്തിനാന്നോ? എടാ, ഓരോരുത്തന്മാര് പെമ്പിള്ളേരെ പ്രേമിക്കാൻ കിട്ടഞ്ഞ് ആന്റിമാരുടെ പിന്നാലെ ചുറ്റിത്തിരിഞ്ഞോണ്ടിരിക്കുക. അതും കിട്ടാത്തവന്മാര് ഫേസ്ബുക്കിൽ ഫേക്ക് ഐഡിയിൽ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുക. നീ എന്താണെന്ന് വെച്ചാൽ ലെഡ് പോലൊരു പെണ്ണിനെ സെറ്റ് ആവുന്നില്ലെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്ത് വന്നിക്കുക. ആദ്യം അവള് തന്നെയാടാ പറഞ്ഞത്. അളിയാ, പെമ്പിള്ളേര് ഫേസ് വാഷ് ചെയ്യുന്നത് പോലെയാ ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ പയ്യന്മാരെ നമ്മളാ കയ്യിലും കാലിലും വീണ് അത് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നീയോ തെറിയും വിളിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. ഇവിടെ നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? പെമ്പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമ്മൾ മാറണം. നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളവർ മാറണമെന്ന് പറയുമ്പോൾ അവൾ ആളെ മാറ്റി പോവല്ലേ? അതാണ് സത്യം. അതായത് നീ ജെനിയോട് എന്ത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞോ അതാണ് ഇഷ്ടമെന്നും പറഞ്ഞ് അവളെ പ്രേമിക്കാൻ വേണ്ടിയിട്ട് 1000 പയ്യന്മാർ തിപ്പിട്ടളിയാ. നിനക്ക് മനസ്സിലാവും പോലെ പറയണമെങ്കിലേ, പ്ലേറ്റ് മാറി വന്ന പീസ് ആരുടേതാണെങ്കിലും ഒരു കുഴപ്പമില്ല, പീസാണ് വേണ്ടതെന്നും പറഞ്ഞ് തിന്നാൻ വേണ്ടി പയ്യന്മാര് നായ്ക്കളെ പോലെ അലയുന്നിടത്തോളം കാലം പെമ്പിള്ളേര് പയ്യന്മാരെ ബഹുമാനിക്കുകയില്ല, മനസ്സിലാക്കുകയില്ല. ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും ശരിയാവില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ ആയുർവേദത്തിലേക്ക് പോയി. എന്താ മക്കളെ വന്ന പോലെ ഇങ്ങനെ നിന്നാലെങ്ങനെ? കാര്യം എന്താണെന്ന് വെച്ചാ പറയുന്നേ, പറ മക്കളെ. ചേട്ടാ,
ഇവന്റെ ഫ്രണ്ടാണ് ചേട്ടാ. ആ ഇവനാണ് ചേട്ടാ പ്രശ്നം. ഓ അനിയനെ കണ്ടിട്ട് ആള് മിടുക്കനാണല്ലേ. അപ്പൊ അനിയന് ഷാർപ്പായിരിക്കുമല്ലേ? അതെ ചേട്ടാ, ഷാർപ്പായിരുന്നതാണ് ഇപ്പൊ പ്രശ്നം. സാധാരണയായിട്ട് നായുടെ വാല് നിവർത്താൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. നമ്മുടെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഏത് നിവരാതെ വാല് നിവരും. ആഹാ. ഇവിടെ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുക്കൻ വന്നായിരുന്നു. ശരി. ന്യൂ രജിസ്ട്രേഷനാ. നമ്മുടെ ഇവിടെ നിന്നുള്ള മരുന്ന് ഞാൻ കൊടുത്ത് ഇപ്പോ 100 മൈൽ സ്പീഡിലാണ് വണ്ടി ഓടുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ മരുന്നിന്റെ ഗുണം? ഇനി പറ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ചേട്ടൻ പറയുന്നതൊക്കെ കുട്ടൻ ഉള്ളവന്മാർക്ക് വരുന്ന പ്രശ്നോ. പക്ഷേങ്കിലേ ഇവന് കുട്ടനെ ഇല്ലാത്തതാണ് ഇപ്പൊ പ്രശ്നം. എന്താ കൊച്ചനെ പറയുന്നത്? ചേട്ടാ, വിഴുന്നുപോയ എത്രയോ വില്ലുകള് നിങ്ങൾ പൊക്കിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചേ മതിയാവൂ. ഉള്ള കുട്ടന് പ്രശ്നമാണെങ്കിൽ എന്റെ കയ്യിൽ മരുന്നുണ്ട്. കാണാതെ പോയ കുട്ടനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്താ വല്ല സാമിയ മന്ത്രവാദിയെ മറ്റാണ്? പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. നിനക്ക് കുട്ടനെ കിട്ടിയിരിക്കും. നിനക്ക് കളഞ്ഞുപോയ നിന്റെ കുട്ടനെ തന്നെ വേണമോ, അല്ലെങ്കിൽ അതേപോലെ വേറെന്തെങ്കിലും മോഡലിൽ നീഗ്രോ, അമേരിക്കൻ, അങ്ങനെ എന്തെങ്കിലും? അല്ല സ്വാമി, എനിക്ക് എന്റെ കുട്ടനെ തന്നെ മതി. ഓ ശരി ശരി ശരി. സ്വാമി, എങ്ങനെയെങ്കിലും സ്വാമി തന്നെ കണ്ടെത്തി തരണം. ജിഗ ജിഗ രഞ്ജിതാനന്ദ. പരിഹാരങ്ങളൊക്കെ ഉണ്ട്. ന്യൂഡോ കാമപൂജ. ന്യൂഡോ കാമപൂജയോ? ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത് സ്വാമി? പൂജയ്ക്ക് വേണ്ടി ഒരു കന്നിപ്പയ്യൻ വേണം. എനിക്കറിയാന്നുള്ള അവസാനത്തെ വെർജിൻ പയ്യന് കിട്ടിപ്പോയി. ആരാടാ? അജയ്. അവനാണെങ്കിൽ ഗേൾ ഫ്രണ്ടും ഇല്ല, അടുത്ത വീട്ടിലെ ആന്റിയും ഇല്ല, പിന്നെ അവന് പറയത്തക്ക ജോലിയും ഇല്ല. യെസ്, അജയ്. അളിയാ? ഹലോ, ആരാ സംസാരിക്കുന്നത്? അല്ല, നിങ്ങളാരാ? ഇത് അജയുടെ നമ്പർ അല്ലേ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. അജയ്, നിനക്ക് ഫോൺ. ഇപ്പൊ ആരാ സംസാരിച്ചേ? അതെന്റെ ക്ലൈന്റ് ആടാ. നീ ജോലിക്കൊക്കെ പോകുന്ന? എന്തൊരു ജോലി? അതൊക്കെ ഉണ്ടാ, കോൾ സെന്റർ സർവീസ് മാൻ. എന്ന് വെച്ചാ മനസ്സിലായില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നിനക്ക് മനസ്സിലാവും. ഒന്ന് വാ. ഒരു മിനിറ്റ്. കോൾ സെന്റർ സർവീസ് മാൻ. എന്റെ അമ്മച്ചി, ആൺവേശിയായിട്ട് ജോലിക്ക് പോകുന്നതിനെ IT കമ്പനിൽ ജോലി ചെയ്യുന്ന പോലെയാണല്ലോ ഈ തണ്ടി പറയുന്നേ. നീ എന്തായി പറഞ്ഞ? മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല, ബിക്കോസ് യു ആർ എ ഗുഡ് ബോയ്. അളിയ, വിഷ്ണു കോൾ ചെയ്യുന്നടാ. ഇനി എന്തായാലും നിന്റെ കുട്ടനെ നിനക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താടാ? പിന്നല്ലേ, നമ്മുടെ കൂടെ ഉള്ളവന്മാരൊക്കെ നമ്മളെ പോലല്ലേ ഇരിക്കും. ഇവനാണോ ആ പൂജയ്ക്ക് വന്ന പൂവ്? Start the ലീല. ഗേൾസ്, ഭജനയ്ക്ക് റെഡിയാണോ? റെഡിയാണ്. ഇപ്പോൾ ഈ അനുജന്റെ കുട്ടന് വേണ്ടി ന്യൂഡോ കാമപൂജ എന്ന പേരിൽ കുട്ടനെ തട്ടിയെഴുപ്പിക്കണം. അതിന് നിങ്ങൾ രണ്ടുപേരും ഈ അനുജനെ ഒന്ന് ആശ്വസിപ്പിക്കൂ. ഓം ക്രീം ശക്കീലേ പെട്ടെന്ന് വരൂ, സണ്ണിയെ സടനെന്ന് വരൂ, മിയ ഖലീഫ മൊഞ്ചോടുവാ, സിലിഖേ ചില്ലെന്ന് വാ, കുട്ടനെ തരൂ. മോനെ, നിന്റെ കുട്ടൻ തയ്യാറായി. അഖില ലോകവും കടന്ന് 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ അവൻ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. വാ, വേഗം വാ, പെട്ടെന്ന് വാ, പറന്നു വാ, പറന്നു വാ. വരാൻ പോകുന്നു, നിനക്ക് ആനന്ദം തരാൻ പോകുന്നു. വേഗം വാ, പിടച്ചു വാ, വാ. അയ്യോ, ഔട്ടായി പോയല്ലോ. ഇവൻ കന്നിപ്പയ്യനല്ല, പല കന്യകകളെ നശിപ്പിച്ചവനാണ്. കുട്ട, നിനക്കിനി കുട്ടനെ കിട്ടാൻ പോകുന്നില്ല കുട്ട. നീയാണെങ്കിൽ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാനേ അവനെ ഭരിക്കാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ ഭരണം വെക്കും.
സംഭവിച്ചാ റിയൽ ആയിട്ട് എങ്ങനെയാണ് പെയിൻ ഉണ്ടാവുക? എടാ എന്റെ സാമാനം കാണുന്നില്ലടാ. ഏയ്, നീ ഇതെപ്പോഴാടി വന്നേ? ഒരു അത്യാവശ്യത്തിന് രാത്രി കോൾ ചെയ്തപ്പോ നീ ഇതിനെ കട്ട് ചെയ്തേ. നീ എപ്പോഴും എനിക്ക് കോൾ ചെയ്തു? എടി 18 മിസ് കോളുകളോ? നിനക്ക് എന്താ പറ്റിയേ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അത് സ്വപ്നമല്ലെന്ന്. രാത്രി എന്നെ പണിതടി. എന്തോന്നു പണിതെന്നോ? ആര്? എവിടെ വെച്ച്? ജെനി ഡ്രസ് എടുക്കണമെന്ന് പറയായിരുന്നു അമ്മേ. ബിഗ് ബസാറിൽ ഓഫർ ഉണ്ട്, അതിനെ കുറിച്ച് പറയായിരുന്നു. ഓ, എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു അമ്മേ. ശരി ശരി, ഇതാ നിങ്ങൾ കോഫി എടുത്തോ. ഇപ്പോഴൊക്കെ ഒരുപാട് ഡിസൈൻ പണിത് വരുന്നുണ്ട്. ഞങ്ങളുടെ കാലത്തിലൊക്കെ എല്ലാം ഒറ്റ ഡിസൈനിന്റെ പണിയാ. ആ കുടിക്ക് കുടിക്ക്. ആ പിന്നെ പോകുമ്പോ എന്നെയും കൂടി കൂട്ടിക്കൊണ്ടു പോണേ. പുതിയ ഡിസൈനിന്റെ പണി കാണാൻ എനിക്കും നല്ല ആഗ്രഹമുണ്ട്. എടി, അടിച്ച് ഫിറ്റായിരിക്കുമ്പോഴും പണിയുന്നത് പോലെ തോന്നിയാ റിയൽ ആയിട്ട് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. എടി ശരിക്കും എന്നെ ആര് വന്ന് ചെയ്തടി. അതിന് സ്വപ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇന്നലെ ഞാൻ വെള്ളം ഒടിച്ചില്ല. ശരി, ആളാരാ? അറിയില്ലടി. നീ തന്നെ അറിയാതെ നിന്നെ ഒരുത്തൻ ചെയ്തിരിക്കുക. ആൾ ആരാണെന്നും അറിയില്ലെന്ന് പറയുന്നു. എങ്ങനെയാടി? ശരി, നീ ഇങ്ങനെ തല പൊണ്ണാക്കാതെ എങ്ങനെയാണെങ്കിലും നമുക്ക് നോക്കാന്നേ. നീ ഇപ്പൊ വാ, നമുക്ക് പ്രാക്ടീസ് നോക്കാം. ബേബി, നീ വരുമ്പോ നിന്നെ ആരും കണ്ടില്ലല്ലോ. ഇല്ല ബേബി, എന്താ പെട്ടെന്ന് വീട്ടിലോട്ടൊക്കെ വരാൻ പറഞ്ഞേ? അമ്മയും അച്ഛനും അമ്പലത്തില് ഒരു പൂജയ്ക്ക് വേണ്ടി പോയിരിക്കുക. സോ നിന്നെപ്പോലെ ഒരു ബോയ് ഫ്രണ്ട് ഉള്ളപ്പോ ഞാൻ എന്തിനാ തനിച്ചു കിടന്നുറങ്ങുന്നേ? അതാ നിന്നെ കൂടെ കിടക്കാൻ ഞാൻ വിളിച്ചു വരുത്തിയേ. ഓ, കൂടെ കിടക്കാനോ? ഇന്ന് തകർക്കാലോ. എന്തു പറ്റിയടി? നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാനിവിടെ എത്തിയില്ലേ. ആരാണെങ്കിലും നമുക്കൊരു കൈ നോക്കാന്നേ. ആ നോക്ക്, വിക്കിയുടെ വീട്ടിലെ മാരേജിന് ഓക്കെ പറഞ്ഞിരിക്കുക. സീരിയസ്ലി? താങ്ക് യു. എടി, കാർത്തിക് കോൾ ചെയ്തായിരുന്നോ? ഇല്ല. നീയെങ്കിലും അവനെ വിളിച്ചായിരുന്നോ? അവന്റെ നമ്പർ ഞാൻ അന്ന് തന്നെ ബ്ലോക്ക് ചെയ്തിടി. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നേ? എന്തിനാന്ന് വെച്ചാ എല്ലാ പയ്യന്മാരും നിന്റെ ആളെ പോലെയാണെന്ന് വിചാരിച്ചോ നീ? ഓഹോ, അപ്പൊ ഞങ്ങൾ തമ്മിൽ വഴക്കേ ഉണ്ടായിട്ടില്ലെന്നാണ് നീ വിചാരിക്കുന്നേ? ഇങ്ങോട്ട് നോക്കി, ഈ പയ്യന്മാർ എങ്ങനെയാണെന്നറിയോ? നമ്മൾ ആരാണ്, നമ്മുടെ ക്യാരക്ടർ എന്താണ് എല്ലാം അറിഞ്ഞിട്ടേ സ്നേഹിക്കൂ. കുറെ കഴിയുമ്പോ അത് തന്നെ ഇഷ്ടമല്ലെന്നും പറയും. പിന്നീട് അത് മാറ്റണമെന്നും പറഞ്ഞ് നമ്മളോട് ഓർഡർ ചെയ്യുകയും ചെയ്യും. സാഡിസ്റ്റ് അവന്മാര്. അങ്ങനെ ആയതുകൊണ്ടാ ആ ഈശ്വരൻ ആണുങ്ങൾക്ക് ആഗ്രഹം അധികമായിട്ടും പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം കൂടുതലായിട്ടും തന്നിരിക്കുന്നത്. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ദേ ഇങ്ങോട്ട് നോക്കിയടി. ഈ പയ്യന്മാരെ ഈ ചൂട് വെളിച്ചെണ്ണയിൽ പൊരിഞ്ഞ പപ്പടം പോലെയാ. അവന്മാരെ പൊട്ടിച്ചും കഴിക്കാം, പൊട്ടിപ്പോയാലും കഴിക്കാം. പക്ഷെ കുതിർന്നു പോയാ പിന്നെ പറ്റില്ല. നിന്റെ ഒരു കാര്യം, അവനൊരു കിസ് തരാൻ തന്നെ കല്യാണം കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. ആ കാര്യത്തിനൊന്നും അവൻ ശരിയാവില്ലടി. ബേബ്, ഈ കാര്യത്തിലെ എല്ലാം അറിയുന്നത് പോലെ സംസാരിക്കുന്നതിനേക്കാളും ഒന്നും അറിയാൻ പാടില്ലെന്ന് പറയുന്ന പയ്യന്മാരുണ്ടല്ലോ, നിന്ന് കളിക്കൂടി.
ഗുഡ് മോർണിംഗ് മുത്തേ. ഗുഡ് മോർണിംഗ്. എടി, നീ പറഞ്ഞതുപോലെ അത് സ്വപ്നം തന്നെയാ. അതെന്താ നീ അങ്ങനെ പറയുന്നേ? 2 ദിവസമായിട്ട് എന്നെ എന്തോ ചെയ്യുന്ന പോലെയാ എനിക്ക് തോന്നിയത്. ഇന്നാണെങ്കിൽ നിന്നെ ചെയ്യുന്ന പോലെ നിനക്ക് തോന്നി. സോ അത് കൺഫേം ആയിട്ട് സ്വപ്നം തന്നെയാ. അത് സ്വപ്നമൊന്നുമല്ല. ആര് വന്നാലും ഒരു കൈ നോക്കാന്ന് നീ പറഞ്ഞതല്ലേ, എന്നിട്ടിപ്പോ അത് പോട്ടെ, ഞാൻ അടുത്ത് തന്നെയല്ലേ കിടന്നത്. എന്നൊന്ന് എണീപ്പിക്കാൻ പാടില്ലായിരുന്നോ? ആഹാ, അപ്പൊ നിന്നെ ചെയ്തപ്പോ നീ എഴുന്നേറ്റായിരുന്നോ? ഇല്ല. അത് തന്നെയാ, എൻജോയ് ചെയ്യണമെന്ന് തോന്നി, എഴുന്നേപ്പിക്കാനൊന്നും തോന്നിയില്ല. അല്ല, ആളാരെന്ന് കണ്ടായിരുന്നോ? അതിനുള്ള അവസരമൊന്നും അവൻ തന്നില്ലടി. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അവൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. നിന്റെ ചേട്ടനോട് പറഞ്ഞാലോ? ഏയ്, പയ്യന്മാരെ പറ്റിയൊന്നും നിനക്ക് അറിയാത്തോണ്ടാ. കിട്ടുന്നിടത്തൊക്കെ അവന്മാര് കയറി കഴിക്കുകയും ചെയ്യും. പെമ്പിള്ളേര് വേർജിൻ ആയിരിക്കണമെന്നും പറഞ്ഞ് വലിയ വയല് വർത്താനം പറയും. അവനോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ ആരെന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കണം. ഹലോ, ആ പറഞ്ഞോളൂ. വേണ്ടെന്ന് നിങ്ങളോടൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞത്. ഇനി ഒരിക്കലും എന്നോട് നിങ്ങൾ ഈ കാര്യം പറയരുത്. സമയത്ത് ഭക്ഷണം കഴിക്കണം. ബൈ. എന്തു പറ്റി മാഡം? അമ്മയാ എപ്പോഴത്തെയും പോലെ കല്യാണക്കാരും പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. നമ്മൾ വലിയ പോലീസായിരുന്നാലും നമുക്കും ഓരോ ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ മാഡം. എന്തായാലും നമുക്കും ഒരു കുടുംബം വേണമല്ലോ. കനകേ, മാഡം, പോലീസിനെ കണ്ട് മറ്റുള്ളവരെ പേടിക്കേണ്ടത്. അത് ഭർത്താവാണെങ്കിലും ശരി, പോലീസ് പേടിക്കാൻ പാടില്ല. എനിക്ക് ഈ ആണുങ്ങളെ കണ്ടാൽ തന്നെ വെടി വെച്ച് കൊല്ലാനാ എപ്പോഴും തോന്നുന്നേ. നീ വെറുതെ. സോറി മാഡം. മാഡം, നിങ്ങളെ കാണാൻ 2 പെൺകുട്ടികൾ പുറത്തു വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, വരാൻ പറയും. ഓക്കെ മാഡം. എന്താന്ന് പറയാ? മാഡം, എൻ്റെ പേര് രമ്യ, ഇതെന്റെ ഫ്രണ്ട് ജെനി. ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജ് ഷോ ഡാൻസേഴ്സാ മാഡം. എന്താ നിങ്ങളുടെ പ്രശ്നം പറ. അത് റേപ്പ് ചെയ്തു മാഡം. വാട്ട്? റേപ്പ് ചെയ്തെന്നോ? അതെ മാഡം. ആരെയാ? രണ്ടുപേരെയും. 2 പേരെയോ? അതെ മാഡം. നിങ്ങൾ ആളാരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവനെ എൻകൗണ്ടർ ചെയ്ത് ഞാൻ തീർത്ത് കളഞ്ഞോളാം. അറിയില്ല മാഡം. അറിയില്ല മാഡം. വാട്ട്? അല്ല, നിങ്ങൾ 2 പേരും കൂടി പ്രാങ്ക് ഷോ ചെയ്യുവാണോ? അല്ല മാഡം, സത്യമായിട്ട് ഞങ്ങൾ ആരാ റേപ്പ് ചെയ്തെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല മാഡം. നിങ്ങളുടെ ഫാമിലിയൊക്കെ എവിടെയുള്ള? കസിന്റെ മാരേജിന് വേണ്ടിയിട്ട് അവരെല്ലാം നാട്ടിൽ പോയിരിക്കും മാഡം. ഇതെവിടെ വെച്ചാ സംഭവിച്ചത്? നിങ്ങൾ എവിടെയാ കിടന്നേ? ഇവിടെ മാഡം.
മാർക്ക്, മാഡം ഇവിടെ എത്രയും പെട്ടെന്ന് റേപ്പ് ചെയ്യാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് റേപ്പ് ചെയ്ത് ഡോറ് ക്ലോസ് ചെയ്തിട്ട് പുറത്തേക്ക് പോ. മാഡം ഞാൻ പറഞ്ഞത് ചെയ്യ. ഓക്കെ മാഡം. മാഡം നിങ്ങളൊക്കെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സൗകര്യമായിരിക്കും. മാർക്ക്, ഓക്കെ മാഡം. എല്ലായിടത്തും സെർച്ച് ചെയ്യും. ഓക്കെ മാഡം. ഇവനെന്താടി ഇവിടെ? മാഡം ഇവൻ ഈ വീടിന് ചുറ്റും കറങ്ങി നടക്കുമായിരുന്നു. ഞാനിവനെ കൈയോടെ പൊക്കിക്കൊണ്ട് വന്നു. ആരാടാ നീ? പറയേ. മാഡം, ഇവനെന്റെ ബോയ് ഫ്രണ്ടാ. പക്ഷേ ഇപ്പോ ബ്രേക്കപ്പ് ആയി. എന്റെ ഫ്രീഡൊക്കെ വിട്ടു തന്നാൽ ഇതൊക്കെ കിട്ടുമെങ്കിൽ അങ്ങനെ ഒരു മെമ്മറീസ് എനിക്ക് ആവശ്യമില്ല. എടി നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? നിനക്കും എനിക്കും സെറ്റ് ആവില്ല. സോ ലെറ്റ്സ് ബ്രേക്കപ്പ്. നീ എന്താടി പറയുന്നത്? ഞാൻ പറയാ എനിക്ക് ഇതിനെ വേണ്ടേ. എന്തായാലും ബ്രേക്കപ്പ് ആയില്ലേ, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് ജെനിയെ കാണാൻ വേണ്ടി വന്നതാണ് മാഡം. കാണാൻ വേണ്ടി വന്നതല്ലേ, പിന്നെന്തിനാ കാണാതെ പോയത്? പുറത്ത് പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു മാഡം, അതുകൊണ്ടാ. തെറ്റ് ചെയ്തവര് മാത്രമേ പോലീസിനെ കണ്ട് പേടിക്കാറുള്ളൂ. നീ എന്തിനാ പേടിക്കുന്നേ? ആ, അപ്പൊ നീയാണ് ചെയ്തത്? ഞാനല്ല മാഡം, മാം അവളാണ് ചെയ്തത്. ഇവൻ എന്തൊക്കെയാടി പറയുന്നേ? എടാ, ദേഷ്യത്തിൽ അവളെ ചെയ്തത് ഓക്കെ, പിന്നെന്തിനാ നീ അവളെ ചെയ്തത്? ഞാനോ മാം? ഞാൻ ഇവളെ മാത്രമാണ് മാം ചെയ്തത്. അപ്പൊ അവളെ ചെയ്തത് ആരാ? ഞാനല്ല മാം. ഇങ്ങനെയൊന്നും ചോദിച്ചാ പറയില്ല മാം. ഇവനെ പൊക്കിയേക്കാം. അതെ മാഡം. മാം എനിക്കൊരു ഡൗട്ട്. എന്താടാ? എന്തോ ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ, എന്താ മാം ചെയ്തത്? എടാ, ഇവർ രണ്ടുപേരെ റേപ്പ് ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ? എന്തോ റേപ്പോ? അഭിനയം നിർത്തടാ. മാഡം അത് എങ്ങനെ ചെയ്യുമെന്ന് പോലും എനിക്ക് അറിയില്ല മാഡം. ഇപ്പോഴല്ലേ നീ അവളെ മാത്രം ചെയ്തോളൂ എന്ന് പറഞ്ഞേ. സാർ അത് ലവ് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബ്രേക്കപ്പിനെ കുറിച്ചാണ് സാർ ഞാൻ പറഞ്ഞത്. അപ്പോ നീ ചെയ്തിട്ടില്ല? സത്യമായിട്ടും അല്ല മാഡം. ഇപ്പൊ നിനക്ക് പോവാം, പക്ഷെ ഈ പ്രശ്നം തീരുന്നവരെ ഈ നാട് വിട്ട് നീ എവിടേക്കും പോകരുത്. ഇത്രയ്ക്ക് ധൈര്യമായിട്ട് ഇവിടെ വരണമെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഒരുത്തനായിരിക്കും. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ ഇന്നും തീർച്ചയായിട്ടും വരും. ഇപ്പൊ എന്താ ചെയ്യാ മാഡം? നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. എന്നെ കടന്ന് ഇതിന്റെ അകത്തേക്ക് അവൻ എങ്ങനെ വരുമെന്ന് ഞാൻ നോക്കട്ടെ. എടാ അളിയ, എന്നെ കൊണ്ട് കഴിയുന്നില്ലടാ. അപ്പൊ ഇങ്ങതാ ഞാൻ തന്നെ കുടിച്ചേക്കാം. എടാ എന്താടാ? എന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. പ്രശ്നം എന്താണെന്ന് പറയളിയാ. എന്താണെങ്കിലും നമുക്ക് നോക്കാം. എന്റെ ആള് ജെനി ഉണ്ടല്ലോ അളിയാ. ജെനി അവളെ ആരോ പണി തളിയാ. എടാ റേപ്പ് ചെയ്തടാ. റേപ്പ് ചെയ്തോ? ഞാൻ അവക്കൊരു മുത്തം പോലും കൊടുത്തിട്ടില്ല അളിയാ. ആരോ ഒരുത്തം വന്ന് അവളെ മൊത്തത്തിൽ ചെയ്തിട്ട് പോയടാ. അളിയാ, നീ ഷോറൂമില് വായും പൊളിച്ച് നോക്കി നിന്നു. അവനോ ട്രയലടിച്ചിട്ടങ്ങ് പോയി. വീട്ട് കളയളിയാ. നിന്നെ അവള് വേണ്ടാന്ന് പറഞ്ഞല്ലേ? എല്ലാം മോളിൽ ഒരാള് കണ്ടോണ്ടിരിക്കുക. നീ അതൊക്കെ അങ്ങ് മറന്നു കളയടാ, വിട്ടുകളാ. എടി. എന്താടി? ഷക്കീല മാം പറഞ്ഞതുപോലെ ഇന്നവൻ വരികയാണെങ്കിൽ ആരായിരിക്കും സെലക്ട് ചെയ്യുക? എന്തിനാടി? അല്ല ബേബി, നിന്നെ 2 ദിവസം അവൻ ചെയ്തു, എന്നെ 1 ദിവസമല്ലേ ചെയ്തോളൂ. അപ്പൊ ഇന്ന് ഞാനാണോടി? നീ എന്തിനാ പേടിക്കുന്നേ? പേടിയൊന്നുമില്ല, വെറുതെ ചോദിച്ചതാ.
മിണ്ടാതെ കിടക്ക്. മിണ്ടാൻ സമ്മതിക്കാതല്ലേ അവൻ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നേ. ഏയ്. എടി അങ്ങനെയല്ലടി, കുത്തുകൊണ്ടാലും ഒലക്കൊണ്ട് കുത്തുകൊള്ളണമെന്ന് സാധാരണ പറയാറില്ലേ? എനിക്ക് കിട്ടിയത് അങ്ങനത്തെ കുത്തായിരുന്നടി. ഉം. നിനക്ക് മാത്രമല്ല, എനിക്കും അങ്ങനെ തന്നെയാ. ഇതിനെല്ലാം ആരാണ് കാരണം? രായപ്പനാണോ? ഇല്ലെങ്കിൽ മൈക്കിളാണോ? ബിഗിലേ! ഏയ് എന്താ പറ്റിയേ? സർ, ഞങ്ങളല്ല, മോളിന്നാണ്. അപ്പൊ ഒച്ച വെച്ച് നിങ്ങളല്ലേ? ആ അല്ല, അപ്പൊ അത് മേഡമായിരിക്കും. വാ മോൾ പോയി നോക്കാം. വാ വേഗം പോ. എന്തു പറ്റി മാഡം? നീയൊക്കെ എന്തോന്ന് ഡ്യൂട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നെ? അവനിവിടെ വന്നിട്ട് പോയി. അവരിങ്ങോട്ട് വന്നില്ലെന്നാണല്ലോ പറയുന്നേ. അവൻ വന്നെന്ന് ഞാൻ പറഞ്ഞ കേട്ടില്ലേ? പോയി അന്വേഷിക്കേ. ഓക്കെ മാം. ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. നമ്മള് വലിയ പോലീസ് ആയിരുന്നാലും നമുക്കും ഓരോ ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ മാഡം. സൂചി സ്ഥലം കൊടുത്തില്ലെങ്കിൽ നൂല് കേറില്ലെന്നല്ലേ മാഡം പറയാറ്? പാവം, അവരൊരു സ്ത്രീയല്ലേ. ഇതാണെങ്കിൽ ഓഫ് ആവുന്നില്ലല്ലോ. എന്താ അത്? മാഡം നോക്കട്ടെ. ഇതിനെല്ലാം ആരാണ് കാരണം? രായപ്പനാണോ? ഇതാണോ നീ ചെയ്തോണ്ടിരിക്കുന്ന ഡ്യൂട്ടി? ഇല്ലെങ്കിൽ മൈക്കിളാണോ? ഇതാരാ പുറകിൽ ക്രോസ് ചെയ്യുന്നേ? മാർക്ക്, ഈ ഫോട്ടോ എല്ലാ സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്ത് അവൻ എവിടെ ഉണ്ടെങ്കിലും ഉടനെ പൊക്കാൻ പറ. ഓക്കെ മാഡം. ആരാന്ന് പറഞ്ഞാ മതി. അവനെ എൻകൗണ്ടർ ചെയ്ത് തീർക്കാന്ന് പറഞ്ഞ ആളെ തന്നെ അവൻ തീർത്തല്ലോ അല്ലേ? ആരായിരിക്കും ഇത്? എത്ര ആലോചിച്ച് നോക്കിയിട്ടും അവൻ നമ്മൾ അറിയുന്ന ആളല്ല. പക്ഷെ നമ്മൾ ആരാണെന്ന് അവന് നന്നായിട്ട് അറിയാം.
പോലീസ് ഇവന്മാരെ കണ്ടുപെടാതിരിക്കാൻ വേണ്ടിയാ ഇതുവഴി വന്നത്. ഇവിടെ നിൽക്കുകയാണല്ലോ. എന്താടാ ആടി ആടി വരുന്നേ? നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? സാറേ പോടാ പോടാ വിട്ടു പോടാ പോടാ പോടാ. ഡാ നീ ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വാടാ. എത്രയുണ്ടാ കയ്യിൽ? വാങ്ങിച്ചിട്ട് സാറേ ഒന്ന് വഴിവിട് സാറേ. ഡാ പോടാ പോടാ വീട്ടിൽ പോടാ. ശരി ശരി പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. പോടാ പോടാ വീട്ടിൽ പോടാ. എന്താടാ ഇത്? 100-ന് തന്നെ 100 സാറേ കുടിക്കാൻ വരുന്നവര് കുടിക്കാൻ മാത്രമല്ല കാശ് കൊണ്ടുവരൂ, നമുക്ക് വേണ്ടി കാശ് കൊണ്ടുവരില്ലല്ലോ. കിട്ടിയത് വാങ്ങി പറഞ്ഞു വിടുകയല്ലേ നല്ലത്. എന്താടോ ഇത്? വേറെ വല്ലതും കിട്ടുമോ നോക്ക്. ഡാ ഇങ്ങ് വാടാ ഇങ്ങ് വാടാ. സാറേ സാറേ വണ്ടി എന്തിനാ സാർ ഓഫ് ചെയ്യുന്നേ? എന്താടാ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടില്ല സാറേ, കുടിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കി, ഇവിടെ വന്ന് പിടി തരാന്നേ. ഡാ ഓവറായിട്ട് സംസാരിക്കില്ലേ, ഊതടാ. ഹെൽമെറ്റ് ഊരിട്ട് ഊതാ. ഓ ഈ സാറിന്റെ ഒരു കാര്യം മതിയോ സാറേ? പല്ലിലേക്കെത്ത നാറി. നീയോ? ഞാൻ തന്നെയാ സാറേ. സാറാരാ സാറേ? നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുന്നേ. എന്നെ എന്തിനാണ് സാർ അന്വേഷിക്കുന്നത്? ചേട്ടാ ലിഫ്റ്റുക്ക് ரொம்ப താങ്ക്സുங்க. എനിക്ക് ട്രെയിനിക്ക് ടൈം ആയിடுச்சு. ഞാൻ വരട്ടെ. ചേട്ടാ വരട്ടാ നിക്കണം ഇവരോട്. ഇവനാരാ? എന്റെ ഫ്രണ്ടാണ് സാറേ. ஃப்ரெண்டா சார்? இவர் யாருன்னு எனக்கு தெரியாது சார். எனக்கு 5:30 மணிக்கு வண்டி. நாளைக்கு மாமா பொண்ணு கல்யாணம். அதுதான் லிஃப்ட் கேட்டு வந்தேன். 5:30 മണി വണ്ടി മാമന്റെ മോളെ കല്യാണം. നീ എന്റെ കടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? சார் என்ன வேலை சார், நான் கிளம்புறேன் சார். നിക്ക്, നീ ഇവന്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നു, പക്ഷെ ഇവന് നിന്നെ അറിയില്ലെന്ന് പറയുന്നു. എന്നിട്ടാ രണ്ടും കൂടി ആളെ കളിയാക്കണം. കള്ളം പറയാണ് സാറേ, ഇവന്റെ ഫ്രണ്ട് തന്നെ സാറേ. യോമാർ രണ്ടുപേരും വണ്ടി കയറ്റ്. കേറാ വണ്ടിയിൽ சார் என்ன കേറാ അങ്ങോട്ട് വണ്ടി കേറ്. സാർ എന്തിനാ സാർ വണ്ടി കയറ്റത്? അടി കേറാ. ഞാൻ പറയുന്നത് പ്രശ്നം എന്തെങ്കിലും വരികയാണെങ്കിൽ കൂട്ടുകാരെ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് പറയും. പക്ഷെ നീ എനിക്കിട്ട് പണിഞ്ഞല്ലോടാ ബ്ലഡി റാസ്കൽ. പോലീസുകാരനെ കണ്ട ഉടനെ എന്തൊരു അഭിനയം, എന്തൊരു മോഡുലേഷൻ, അവാർഡ് ലെവലിലാണല്ലോ അഭിനയം. நடிப்பா இங்க பாருங்க சார், எனக்கு புரியவே இல்ல. എന്തൊന്നും പൂരി ഇല്ലെന്നാ? ഡേയ് ഇവിടെയാണെങ്കിൽ ആരും ഇല്ലല്ലേ, പിന്നെ എന്തിനാണ് അഭിനയം? എന്റെ മേ തീർത്തുകളായി ഞാൻ. എന്റെ പൊന്നളിയെ ദേഷ്യപ്പെടല്. നമ്മൾ രണ്ടുപേരും പോലീസിലെ കുടുങ്ങിയുണ്ടല്ലോ, ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ എനിക്കിട്ട് പണിയാൻ നോക്കിയില്ലേ, ഞാൻ വരുന്നുണ്ട്. ഞങ്ങൾ എന്തിനാ മേഡം പിടിച്ചോണ്ട് വന്നത്? കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ തെറ്റാ? കുടിക്കാൻ പോകുന്നത് തെറ്റാണോ? ഇവരെ നിനക്കറിയോ? കാണാൻ പളുങ്ക് പോലെയുണ്ട്, പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഇവരെ കണ്ടിട്ടില്ല മേഡം. ഇവനെ നിനക്കറിയോ? ഇവനാ? അറിയാലോ, ഇവന്റെ ഫ്രണ്ടാ. എന്തിനാ മേഡം ഇപ്പൊ ഇവനെ കുറിച്ച് ചോദിക്കുന്നേ? അവൻ 3 സ്ത്രീകളെ 4 പ്രാവശ്യം റേപ്പ് ചെയ്തവനാ. അതിന് ഒരു സാധ്യതയില്ല സാറേ. ഒരു സ്ത്രീയെ 2 പ്രാവശ്യം റേപ്പ് ചെയ്തു. അയ്യോ അതല്ല സാറേ, അവൻ റേപ്പ് ചെയ്യാൻ സാധ്യതയില്ലെന്നാ ഞാൻ പറയുന്നേ. ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട്. സാറിന്റെ അടുത്ത് എന്ത് തേങ്ങ ഉണ്ടെങ്കിലും അവൻ ചെയ്യാൻ ചാൻസ് ഇല്ല സാറേ. അവൻ തന്നെയാ. ഇല്ല മേഡം, ഞാനാ പറഞ്ഞ അവൻ തന്നെയാണെന്ന്. അവനല്ല മേഡം, അവനല്ല മേഡം. കാരണം അവനത് ഇല്ല മേഡം. മാഡം, അവന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ കള്ളക്കഥകൾ പറയാ. നമ്മുടെ സ്റ്റൈലിലും ചോദിച്ചാ എല്ലാ സത്യവും പുറത്തു വരും. എടാ നിഷ കോൾ ചെയ്തിരുന്നു. എന്തുവാ? ഞാനും അവളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം ട്രൈ ചെയ്ത് നോക്കി, കഴിയുന്നില്ലടാ. അവളെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാ. ഓ അതിന് അവളടുത്ത് എല്ലാ സത്യങ്ങളും പറയാൻ തീരുമാനിച്ചോ? ഓടാ, നിനക്കതില്ല എന്നുള്ള സത്യം പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ ലവ് ചെയ്തത് നിന്റെ കുട്ടനെയല്ല, നിന്റെ ഹൃദയത്താണെന്ന് നിന്നെ സ്വീകരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു പെണ്ണ് എത്രമാത്രം സ്നേഹിച്ചാലും അവര് സ്നേഹിക്കുന്നത് എല്ലാത്തിനെയോ, മുഖ്യമായിട്ട് ഇതില്ലാതെ നിനക്ക് ജീവിക്കാം, പക്ഷെ ഇതില്ലാതെ അവളുടെ കൂടെ തന്നെ ജീവിക്കാൻ പറ്റില്ലടാ. അല്ലടാ, നിഷേനെ മനസ്സിലാക്കൂടാ. തേങ്ങ. എടാ നീ ന്യൂസ് ഒന്നും വായിക്കാറേ ഇല്ലടേ. ഭർത്താവിന്റെ അടുത്ത് തൃപ്തിയില്ലാത്ത ഭാര്യ കാമുകരോടൊപ്പം ചേർന്ന് ഭർത്താവിനെ തലയിലടിച്ച് കൊന്നു. അത് പിന്നെയും കുഴപ്പമില്ല. സൗന്ദര്യം ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഫസ്റ്റ് നൈറ്റ് ഒന്നും പോലും നോക്കാതെ അവനെ കൊന്ന് കുഴിച്ചു മൂടിയ മോഡേൺ പെമ്പിളർ ജീവിക്കുന്ന ലോകമായത്. സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നീ തന്നെ നന്നായിട്ട് ആലോചിച്ച് നോക്ക്.
നിന്റെ കള്ളക്കഥകളൊക്കെ. ആദ്യം കാണാതെ പോയെന്ന് പറഞ്ഞു, ഇപ്പൊ അവൻ തന്നെ ചത്തുപോയെന്ന് പറയാ. അപ്പൊ റേപ്പ് ചെയ്തത് ആരാടാ? അറിയില്ല മാഡം. മര്യാദയ്ക്ക് സത്യം പറയുന്നുണ്ടോ ഇല്ലയോ? മാഡം, തല്ലുന്നതിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തല്ലണം മാഡം. ഞാൻ പറഞ്ഞ സത്യമാ, അവൻ മരിച്ചു മാഡം. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം മാഡം. സത്യമാണ് മാഡം, വിശ്വസിക്ക്. എടി അവൻ കള്ളം പറയുവടി. അവൻ പറയുന്നത് കള്ളമാണെന്ന് നമുക്കറിയാം. ഷക്കീല മാഡത്തിന് എന്താ മനസ്സിലാവാത്തെ? ബേബ്, അവൻ റേപ്പ് ചെയ്തത് നമ്മളെ മാത്രമല്ല, അവരെയും കൂടിയാ. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. എൻകൗണ്ടർ ഉണ്ടാവും. മാഡം, അവൻ മരിച്ചുപോയി മാഡം. വാട്ട്? മരിച്ചെന്നോ? അപ്പൊ പിന്നെ ആ വീഡിയോയിലുള്ളത് ആരാ? ഇത് നോക്ക് മാഡം. മാർക്ക്, ഇത് ഗ്രാഫിക്സ് ആണ്. ഇതൊക്കെ ഭാവനയാ. ഇല്ല മാഡം, ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ് ഭാവനയായി സിനിമ എടുക്കുന്നത് മാഡം. അപ്പൊ ഞങ്ങളെ ചെയ്തത് പ്രേതമെന്ന് പറയുവാണോ താൻ? എനിക്ക് വിശ്വാസമില്ല. വിശ്വസിച്ചേ പറ്റൂ. ഈ ലോകത്തിൽ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത, നമുക്ക് വിശ്വസിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിച്ച് ഫിറ്റായിരിക്കുമ്പോഴും പണിയുന്നത് പോലെ തോന്നിയാ റിയൽ ആയിട്ട് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അത് സ്വപ്നമല്ലെന്ന്. രാത്രി എന്നെ പഴുതടി. ഞാനിവിടെ എത്തിയില്ലേ, ആരാണെങ്കിലും നമുക്കൊരു കൈ നോക്കാന്നേ. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട. എന്നെ മറികടന്ന് അവൻ എങ്ങനെ ഇവിടെ വരുമെന്ന് നോക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം പ്രേതാത്മാവല്ല, ആത്മാവ് കുട്ടൻ. ആത്മാവ് കുട്ടനോ? രാജയുടെ ആത്മാവ് കുട്ടൻ. ആത്മാവ് കുട്ടനോ? ബാബുക്കുട്ടനെ അറിയാം, 5 കുട്ടനെയും എനിക്കറിയാം. ഇതാരടാ ഇത്? ആത്മാവ് കുട്ടൻ. ആടാതടാ ആടാതടാ മനുഷ്യ എന്ന പാട്ടിന്റെ വരികൾ മാറ്റി ആട്ടാതടാ ആട്ടാതടാ മനുഷ്യ എന്ന പാട്ടിന്റെ വരികൾ മാറ്റി എഴുതേണ്ട സാഹചര്യമാണിന്ന്. അത്രത്തോളം ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരുടെ കളികൾ കൂടുന്നുണ്ട്. രാജ കുറച്ച് കൂടുതലായി തന്നെ പണിയെടുത്തിട്ടുണ്ട്. അല്ലല്ല, പണിയെടുപ്പിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പ്രേമിച്ച അത് തെറ്റാണ്. പക്ഷേ യഥാർത്ഥമായിട്ട് പ്രേമിക്കുമ്പോൾ തെറ്റ് ചെയ്താൽ അത് തെറ്റേയല്ല. രാജ പ്രേമത്തിന്റെ പേരും പറഞ്ഞ് കാമം തീർക്കാൻ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്. പക്ഷെ അവന്റെ പ്രണയം സത്യമാണെന്ന് വിശ്വസിച്ച് ചതിക്കപ്പെട്ടവൾ സരോജ.
അവളുടെ ശാപം കാരണമാണ് രാജായുടെ അനിയൻ കുട്ടനെ കാണാതായി പോയത്. ഓഹോ, അപ്പൊ ഇതിന് കാരണം സരോജയാണല്ലേ? നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവനടുത്ത് തന്നെ വരാമായിരുന്നല്ലോ. അത് പക്ഷേ വിധി, ശാപം തീരുന്നതിനു മുമ്പ് രാജ മരിച്ചുപോയാലും അനിയൻ കുട്ടൻ ജീവനോടെ ഉണ്ടായിരുന്നു. അവനില്ലാതെ അത് സോറി അതിനെ കൊണ്ട് ഇങ്ങനെ റേപ്പ് ചെയ്യാൻ പറ്റും? ഡേയ്, റേപ്പ് ചെയ്യാൻ ആളിന്റെ ആവശ്യം എന്താ? അതുണ്ടെങ്കിൽ പോരെ. ഈ ലോകത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ഏത് പാപം കൊണ്ടാണ് രാജയുടെ അനിയൻ കാണാതെ പോയത്, അതേ പാപങ്ങൾ ചെയ്യുന്ന പെൺകുട്ടികളോടും പുരുഷന്മാരെ ബഹുമാനിക്കാത്ത സ്ത്രീകളോടും പകരം വീട്ടാൻ തീരുമാനിച്ചു രാജ. എന്റെ ലവർ എന്നെ പോലെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കാനേ പാടില്ലേ? ആഗ്രഹിക്കാം, പക്ഷെ ഇങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് ഓർഡർ ചെയ്യാൻ പാടില്ല. അവൻ ഒരുപാട് റൂൾസ് ഇടുവാടി. പയ്യന്മാരെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ മോളെ. നമ്മൾ കാണിക്കേണ്ടതൊക്കെ കാണിച്ച് വീഴ്ത്തേണ്ട രീതിയിൽ വീഴ്ത്തിയെന്ന് വിചാരിച്ചോ. അതിനുശേഷം നായ്ക്കുട്ടി ചുറ്റി വരുന്നത് പോലെ നമ്മുടെ ചുറ്റി ഇങ്ങനെ ചുറ്റി വന്നോണ്ടിരിക്കും. നമ്മൾ വലിയ പോലീസ് ആയിരുന്നാലും നമുക്കും ഓരോ ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ മാഡം. കനകേ, പോലീസിനെ കണ്ട് മറ്റുള്ളവരെ പേടിക്കേണ്ടത്. അത് ഭർത്താവാണെങ്കിലും ശരി, പോലീസ് പേടിക്കാൻ പാടില്ല. ഏത് പെൺകുട്ടിയോട് രാജയ്ക്ക് ദേഷ്യം തോന്നുവോ അവിടെ രാജ വന്നിരിക്കും. കൂടെ തന്നെ അനിയൻ കുട്ടനും വരും. അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ സ്വാമി? എനിക്ക് രാജയെ മാത്രമേ തളയ്ക്കാൻ കഴിയൂ. അനിയൻ കുട്ടനെ നിങ്ങൾ വേണം തളയ്ക്കാൻ. ഇപ്പൊ എന്താ മാഡം ചെയ്യാ? മാഡം, സ്വാമി പറഞ്ഞ പോലെ ചെയ്താ ആ ആത്മാവിനെ തീർച്ചയായും പിടിക്കാൻ പറ്റും മാഡം. എങ്ങനെ? എലിയെ പിടിക്കണമെങ്കിൽ കെണി വെക്കണം. ആത്മാവ് കുട്ടനെ പിടിക്കണമെങ്കിൽ ആ വലിയ രാജ ഇവിടെ വരുത്തണം മാഡം. രാജ കൂടെ ഉള്ളതുവരെ ആ ആത്മാവ് കുട്ടനെ പിടിക്കാൻ പറ്റില്ല മാഡം. സോ അവന്റെ രീതിയിൽ തന്നെ അവനിവിടെ വരുത്തി രാജായ സ്വാമിയോട് പറഞ്ഞ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആത്മാവ് കുട്ടനെ നമുക്ക് ഈസിയായി പിടിക്കാം മാഡം. പിടിക്കാനോ? അവനെ തീർത്താൽ മാത്രമേ എന്റെ കലി ശരിക്കും തീരുള്ളൂ. എന്താണ് ഇവിടെ മീറ്റിംഗ്? ഇല്ല സാറേ, സാറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആളെ കളിയാക്ക? അവനെ എന്റെ കൈ കിട്ടിക്കോട്ടെ, അത് കഴിഞ്ഞ് നിന്നെയൊക്കെ ശരിയാക്കി ഞാൻ. സാറേ, അവൻ എന്ത് തെറ്റിയെന്ന് വെച്ചാൽ അവനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് തെറ്റ് ചെയ്തെന്നോ? എന്ത് തെറ്റാണ് അവൻ ചെയ്യാത്തെ? നല്ല നേരത്തിന് അവൻ ചത്തു. ഇപ്പൊ അവൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൈ കൊണ്ട് അവൻ ചത്തേനെ. സാറേ, ഒന്ന് നിർത്തണം സാറേ. തെറ്റ് ചെയ്യുന്നതിനേക്കാളും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ശിക്ഷ കൊടുക്കേണ്ടത് പെണ്ണുങ്ങൾക്കാണ്. എന്താടാ പിച്ചുമ്പയും പറയുന്നത്? പിച്ചുമ്പയും ഒന്നുമല്ല സാറേ, സത്യം ഞാൻ പറയുന്നത്. സാറേ, ലവിന് വേണ്ടി എന്ത് വേണേലും ചെയ്യാന്ന് വിചാരിക്കുന്ന പയ്യന്മാർക്ക് ലവ് ചെയ്താൽ എന്ത് വേണേലും ചെയ്യാന്നുള്ള ധൈര്യം കൊടുത്തത് ആരാണ് സാറേ? ലവ് ചെയ്താൽ എല്ലാം മനസ്സിലാക്കാന്ന് വിചാരിക്കുന്ന പിള്ളേർക്ക് ലിവിങ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ആരാ സാറേ? ലവ് ആണ് ലോകം എന്ന് വിചാരിച്ച് ജീവിച്ച പിള്ളേരെ നശിപ്പിച്ച് നാരായണ കല്ലാക്കി അവരുടെ ജീവിതം തന്നെ തുലച്ചത് ആരാണ് സാറേ? പെമ്പിള്ളേർ തന്നെയല്ലേ? പയ്യന്മാർ തെറ്റ് ചെയ്താ കല്ലെറിഞ്ഞ് കൊല്ലണം, നടുറോട്ട് വെച്ച് വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്നു. പെമ്പിള്ളേർ തെറ്റ് ചെയ്താൽ ഒന്നും ചെയ്യില്ല സാറേ. തെറ്റ് ആര് ചെയ്തതിനെ തെറ്റ് തന്നെ സാറേ. ആമ്പിള്ളേർക്ക് ഒരു ന്യായം, പെമ്പിള്ളേർക്ക് ഒരു ന്യായമാണ് സാറേ. നിർത്തടാ. ഓട്ടോ എന്ന് വിചാരിച്ചപ്പോ ഒരുപാട് സംസാരിക്കാണല്ലോ. തെറ്റ് ഏതാ ശരി ഏതാന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നമ്മളോട് റിവെഞ്ച് ചെയ്യാൻ അവനാരാ? ഇപ്പോഴേ അവൻ എന്താ ചെയ്തതെന്നുള്ളതല്ല പ്രശ്നം, അവൻ എന്ത് ചെയ്തു എന്നുള്ളതാ പ്രശ്നം. ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാ പ്രശ്നം. കണ്ണിൽ കാണാൻ പറ്റാത്ത ഒരു ശത്രു ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ പെമ്പിള്ളേർക്കൊന്നും അറിയില്ല. സ്വാമി പറഞ്ഞത് നീയും കേട്ടതല്ലേ? അവന്റെ ടാർഗറ്റ് നമ്മള് മാത്രമല്ല. അവൻ ആരടി നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ? ഇന്ന് നമ്മൾ ഇടുന്ന ടാർഗറ്റിലെ അവൻ രക്ഷപ്പെടാനേ പാടില്ല. നീ കത്തിച്ചു വിട്ട തീ തന്നെ നിന്നെ കത്തിക്കാനായി തേടുന്നു. നീ വിതച്ച നാശങ്ങളെല്ലാം നിന്നെ നശിപ്പിക്കാനായി കാത്തിരിക്കുന്നു. എന്റെ അമ്മച്ചി, ഇവളുമാരെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല അളിയാ. ആദ്യം ചെയ്യേണ്ടതാ ഇവരെയാ. നീ വിഷമിക്കേണ്ട, എന്തായാലും ആത്മാവൂട്ടം വരുന്നുണ്ടല്ലോ, ഇവരെ തീർച്ചയായിട്ടും പണിയും. ശരിയല്ലേ? ആ കനക, എനിക്കൊരു ഡൗട്ട്. എന്താ? നമ്മള് സ്കെച്ചിട്ടതറിഞ്ഞിട്ട് അവൻ എങ്ങനെ വരൂന്നല്ലേ? അതെ, അവൻ വരില്ല. അവൻ വരും. എങ്ങനെ ഉറപ്പിച്ചു പറയുന്നേ? നിന്റെ കയ്യിലൊരു ബോക്സ് തന്നിട്ട് അത് തുറന്നു നോക്കരുതെന്ന് പറഞ്ഞാ നീ എന്താ ചെയ്യാ? തുറന്നു നോക്കാൻ പാടില്ലാത്തത് എന്താണെന്നറിയാൻ തുറന്നു നോക്കും. തീർച്ചയായും തുറന്നു നോക്കും. യെസ്, അതേ ലോജിക്ക് തന്നെ. സോ ഉറപ്പായിട്ടും
അവൻ വരും. വലിയ ജെയിംസ് ബോണ്ടല്ലേ, അങ്ങ് പിടിച്ചാലും. രാജ ലഡ് തിന്നാൻ ആശയാണോ? രാജ 2 ലഡ് തിന്നാൻ ആശയുണ്ടോ? അളിയ, ഇനി അവൻ വരുവോ വരില്ലെന്നുള്ള സംശയമൊന്നും വേണ്ട, അവൻ തീർച്ചയായിട്ടും വന്നിരിക്കും. അളിയ, ഒന്ന് സ്വിഗ്ഗി ഓഫർ, ഒന്ന് സൊമാറ്റോ ഓഫർ. അപ്പോ അതോ? അത് ഓഫർ അല്ല അളിയ, സൂപ്പർ. ഇവളുമാരെ കണ്ട ആത്മാവ് കുട്ടനല്ല, എന്റെ കുട്ടൻ തന്നെ പുറത്തു വരുമെന്നാ തോന്നുന്നേ. എനിക്കും അങ്ങനെ തന്നെയാ. മൂടി വെച്ചിരിക്കുന്ന നമുക്ക് തന്നെ ഇത്രയും മൂടുണ്ടെങ്കിലേ എപ്പോഴും മൂടോണ്ടിരിക്കുന്ന അവൻ വരികയാണെങ്കിലോ? ആർക്കും ഓടാനും പറ്റില്ല, ഓടിക്കാനും പറ്റില്ല. അപരാമി. മാഡം, എന്താ മാഡം ഇത്? അവനോട് ഭയങ്കര ദേഷ്യമാണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അവന് വേണ്ടി കാത്തു നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ മാഡം. ആരുടെ അടുത്ത് എന്ത് കളി കളിക്കണോ ആ കളി നമ്മൾ കളിച്ചിരിക്കണം. അവനെ എങ്ങനെ ഇവിടെ വരുത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹലോ. പറയൂ. ഹലോ. പറഞ്ഞോളൂ സ്വാമി. അവൻ വന്നു. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആത്മാവ് കുട്ടനെ നിങ്ങൾ പിടിച്ചോ. ഓക്കെ സ്വാമി. നീ വേണം, നമുക്ക് പോവാം. മാഡം, മോളില് 2ാമത്തെ നിലയില്. വാ ജെനി, വാ വാ. ഡാ, നീ എങ്ങനെയാ ഇവിടെ? ഞാൻ സൗണ്ട് കേൾക്കാൻ വന്നതാ. ഏയ് വാ മാഡം. അല്ല, എന്താ പറ്റിയത്? അപ്പൊ നിന്റെ കാര്യമൊന്നും അറിയില്ലേ? ഇഡിയറ്റ്, ഞാൻ ഇത്രയും ശബ്ദം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോയേ? ഇല്ല മാഡം, മോളില് രമ്യയുടെ മുറിയിലെ ശബ്ദം കേട്ടെ. എടാ മണ്ട, തട്ടിയത് ഞാനാ. ഫ്യൂസ് കാരിയർ അഴിക്കുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ അവൻ ട്രാൻസ്ഫോമറിനെ തന്നെ ബ്ലാസ്റ്റ് ചെയ്തിരിക്കാം. ആത്മാവ് കുട്ടൻ വേറെ ലെവലാ. ഇതെങ്ങനെയാ സ്വാമി? മന്ത്രം 1/4 ഭാഗം, ബുദ്ധി 3/4 ഭാഗം. സാധാരണ രീതിയിൽ അവനെ കണ്ടെത്താൻ കഴിയില്ല. എല്ലാവരും എക്സ്ട്രാ ആപ്പ് ഉടനെ ഡൗൺലോഡ് ചെയ്യും. അവൻ ഇവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ഓക്കെ മാഡം. പോയി കണ്ടുപിടിക്കേ. ഇപ്പൊ എക്സ്ട്രാ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിന്റെ കഥ ഞാൻ തന്നെ തീർക്കാടാ.
അളിയാ, യുവമാർ ഇത്രയും ടെക്നിക്കലായിട്ട് അന്വേഷിക്കുന്ന വെച്ച് നോക്കുമ്പോ എനിക്കെന്തോ ആത്മാവൂട്ടിനെ കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നു. ആരെ യുവമാരാ? എടേ, അവര് കയ്യിൽ ഗണ്ണ് വെച്ചിരുന്നപ്പോ തന്നെ അവൻ ഗണ്ണ് വെച്ച് ആടിയിട്ട് പോയനാ. യുവമാരെ കൊണ്ട് ഈ ആപ്പ് എന്നല്ല വേറെ ഒരു ആപ്പ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. എടി, ഇത് കണ്ടിട്ട് ആമസോൺ കാർഡിലുള്ള അനോക്കോണ്ട പോലെ തന്നെ ഉണ്ടല്ലോ. ഈ കാര്യം ഷക്കീല മേഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞാ തീർത്തിരിക്കും. ആരാടാ നീ? ഞങ്ങളെ കൺട്രോൾ ചെയ്യാനും ഞങ്ങളെ പണിഷ് ചെയ്യാനും നീ ആരാടാ? എന്നെ തന്നെ കളിപ്പിച്ചല്ലേ നീ? മാർക്ക്, ഇവന്റെ മരണം സാധാരണ മരണം ആകരുത്. ഓക്കെ മാഡം. എന്തോന്ന്? ആത്മാവുകുട്ടനെ കൊന്നുന്നോ? പോലീസിനെ വെള്ളം കുടിപ്പിച്ചവനെ വെള്ളത്തിൽ മുക്കി കൊന്നു. അപ്പോ ആ പിള്ളേരോ? ഇതിനൊരു എവിഡൻസ് പാടില്ലെന്ന് വിചാരിച്ച അവരെയും കൊന്നു. മാഡം വേണ്ട, മാഡം വേണ്ട, മാഡം വിട്ടേക്കണം മാഡം. മാഡം മാർക്ക്, എന്തായാലും നന്നായി പ്ലാൻ ചെയ്ത് മൊത്തത്തിൽ നിങ്ങൾ എല്ലാവരെയും കൊന്നു കളഞ്ഞല്ലോ. പിന്നെന്താ പ്രശ്നം? അതിലാ ഒരു പ്രശ്നമുള്ളേ. നമസ്കാരം. ഇപ്പോൾ കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത. തമിഴ്നാട് നടുങ്ങുന്നു. വീട്ടിൽ തനിച്ചിരിക്കുന്ന സ്ത്രീകളെയെല്ലാം ആരും അറിയാതെ ബലാത്സംഗം ചെയ്യുന്നു. എന്താ മാർക്കിത്? എൻഡ് കാർഡ് കാണിക്കുമെന്ന് വിചാരിച്ചപ്പോ ടൈറ്റിൽ കാർഡ് ഇത് സ്റ്റാർട്ട് ചെയ്യണോ? അതെങ്ങനെയാണ് മാർക്ക്? അതേ സ്റ്റൈലില്, അതും തമിഴ്നാട്ടില്. ഇപ്പൊ എനിക്ക് ടെൻഷൻ ആവുക. ഒരുപക്ഷെ ആത്മാവുകൂട്ടൻ രക്ഷപ്പെട്ട് കാണുമോ? അതിനൊരു ചാൻസും ഇല്ല. കാരണം സ്വാമി പറഞ്ഞ പോലെ ആത്മാവ് കുട്ടനെ വെള്ളത്തിലലിയുന്ന മൺപാത്രത്തിലിട്ട് കടലിലേക്ക് എറിഞ്ഞത് ഞാനാ. അവനെ അപ്പം തന്നെ മീനുകൾ തിന്നിട്ടുണ്ടാവും. സോ ഉറപ്പായിട്ടത് അവനായിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അത് അവനല്ലെങ്കിൽ? സാർ പറഞ്ഞു വരുന്ന കാര്യം എനിക്ക് മനസ്സിലായി.
ചെയ്തത് കുട്ടൻ തന്നെയാ. പക്ഷേ അത് ആത്മാവ് കുട്ടനല്ല, അത് തന്നെയല്ലേ? അതെ. അതെങ്ങനെയാ സാർ? ഇത് സത്യമാണോന്നറിയില്ല, പക്ഷെ സത്യമായാൽ നന്നായിരിക്കും തോന്നുന്നു. എന്താ സാർ പറയുന്നത്? അതെ മാർക്ക്, ഇപ്പോഴത്തെ ജനറേഷന് ലൈഫ് ഒരു ഗെയിം പോലെയാ. വളരെ ഈസി ആയിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് സെക്സിന്റെ കാര്യത്തിൽ അത് ആഗ്രഹിക്കുകയും ധൃതി പിടിക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ആരും ഇപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേമിക്കുന്നേ ഇല്ല, എല്ലാ സെക്സിനു വേണ്ടിയാ. അത് ശരിയാണ് സാർ. ഒന്നിലും ഡീസൻസി നോക്കാത്ത നായ പോലും എല്ലായിടത്തും നിന്ന് നാണം കിടില്ല സാർ. എന്നാ എല്ലാത്തിലും ഡീസൻസി നോക്കുന്ന നമ്മളെ ആൾക്കാർ ബൈക്ക്, കാറ്, ബീച്ച്, പാർക്ക് എന്ന് കണ്ട സ്ഥലങ്ങളിൽ നിന്ന് വൃത്തികേട് കാണിക്കുമ്പോൾ അവരെയൊക്കെ അവിടെ വെച്ച് തന്നെ ചവിട്ടി കൂട്ടണമെന്ന് നമുക്ക് തോന്നും. എന്നാ അതിന് കഴിയില്ല. കാണുന്ന നിങ്ങൾക്ക് തന്നെ ദേഷ്യം വരികയാണെങ്കിൽ പ്രേമത്തിന് ദേഷ്യം വരില്ലേ? ആ ദൈവത്തിന് ദേഷ്യം വരില്ലേ? ആ ദൈവത്തിന്റെ ദേഷ്യം ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. കറക്റ്റ് സാർ. പക്ഷെ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് സാർ, ഇവിടെ എല്ലാവരും പ്രശ്നത്തിൽ കുടുങ്ങുന്നില്ല. സോ ആണ് തെറ്റിയതാലുണ്ടല്ലോ, അവന്റെ അടയാളമാ കാണാതെ പോകുന്നത്. എന്നാ പെണ്ണ് തെറ്റിയതാ കാണാതെ പോകുന്നത് അവര് തന്നെ അവരറിയാതെ തീർക്കും. സൂപ്പർ അല്ലേ? ഇങ്ങനെ ഒരു ശിക്ഷ ഉണ്ടെന്ന് അറിഞ്ഞാ ഇവിടെ എല്ലാവരും തെറ്റ് ചെയ്യാൻ തന്നെ പേടിക്കും അല്ലേ? ഈ ജനറേഷന് ഇങ്ങനൊരു ശിക്ഷ ഉറപ്പായിട്ടും വേണം സാർ. മരണത്തെക്കാളും വലിയ ശിക്ഷ അത് ഇതാണ് സാർ.